ഹലോ എല്ലാവർക്കും നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു പിക്കാച്ചാം റീഡിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെയും എനർജി ചെക്കിനാണ്. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നിങ്ങളുടെ എനർജി എങ്ങനെയാകാനാണ് സാധ്യത, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ എനർജി എങ്ങനെയാകാനാണ് സാധ്യത, നിങ്ങൾ തമ്മിൽ ഒരു യൂണിയൻ പോസിബിൾ ആണോ ഈ ഒരു വർഷം, അതിനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് നോക്കുന്നു. ഓക്കെ, പിന്നെ അതിനൊരു പോസിബിൾ ആണ് അല്ലെങ്കിൽ അല്ല എന്നാണെങ്കിൽ അതിൻ്റെ ഒരു സംബന്ധിച്ചൊരു ഗൈഡൻസ്, അതിനെ സംബന്ധിച്ചൊരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൽ നോക്കുന്നത്. ഇന്നത്തെയും പോലെ 3 ഗ്രൂപ്പാണുള്ളത്. ഓരോ ഗ്രൂപ്പിനും ഓരോ ചാം നമ്മൾ ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇതാണ് ഗ്രൂപ്പ് 1-ൻ്റേത്, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി വേണം ഇതിൽ നിന്ന് ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പായിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകുകയാണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെയും റീഡിംഗ് മുഴുവനായി കേൾക്കുക. എന്നിട്ട് നിങ്ങളുടെ ജീവിതവുമായി കണക്ട് ചെയ്യുന്ന, നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കുക. അതുപോലെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന മെസ്സേജസും നിങ്ങൾ സ്വീകരിക്കുക. ഇനി നിങ്ങൾക്ക് ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ക്ലാരിറ്റി ലഭിക്കുകയാണെങ്കിൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്യുകയോ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും പിൻഡ് കമൻറ്റായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ കാണുന്ന കമൻറ്റ്, അതിൽ ടൈം സ്റ്റാമ്പ്സും ഉണ്ടായിരിക്കും, കോൺടാക്ട് ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. ഇവിടെ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഗ്രൂപ്പ് ചൂസ് ചെയ്യുക. ഹലോ ഗ്രൂപ്പ് 1, നമസ്കാരം. നിങ്ങൾ ഈ ഒരു ചാം ആണ് നിങ്ങൾക്കായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് നിങ്ങളുടെ എനർജി എന്താണ് എന്നാണ് നോക്കണേ. ഓക്കെ, നിങ്ങളുടെ ഈ വർഷത്തെ എനർജി, ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു യൂണിയനുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 1-ൻ്റെ എനർജി എങ്ങനെയായിരിക്കും ഈ 2025? ഗ്രൂപ്പ് 1-ഉം ഗ്രൂപ്പ് 1-ൻ്റെ ഫ്യൂച്ചർ സ്പൗസുമായിട്ടുള്ള യൂണിയനാണ് നമ്മളിവിടെ നോക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 1-ലെ കളക്റ്റീവിൻ്റെ ഒരു എനർജി, ഈ ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു എനർജി എന്തായിരിക്കും? ഓക്കെ, തുടക്കത്തിൽ നിങ്ങൾക്കൊരു ഭയം ഉണ്ടായിരിക്കും എന്ന് കാണുന്നു. അതായത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഒരു ഭയം ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെയാണോ ഈ ഒരു ബന്ധം മുന്നോട്ട് പോകുക, അങ്ങനെ. അപ്പോൾ കുറച്ചൊരു ഓവർ തിങ്ക് ചെയ്യാൻ, അതിനെക്കുറിച്ച് ആലോചിച്ച് സ്ട്രെസ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആകാനും സാധ്യതയുണ്ട്. ഓക്കെ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനത്തെ ഒരു എനർജി ചിലപ്പോൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ മാത്രമല്ല, നിങ്ങൾ ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ പിന്നെ പതിയെ പതിയെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പിന്നെ ആ ഒരു മാനിഫെസ്റ്റേഷനിലേക്ക് കടക്കുമ്പോൾ, ആ പ്രാക്ടീസ് നിങ്ങൾ റെഗുലറായി ചെയ്യുമ്പോൾ നിങ്ങളിൽ ആ ഒരു എനർജി കുറഞ്ഞു വരികയാണ്. ആ പേടിയുടെ, അനാവശ്യമായിട്ടുള്ള ഭയം, ആശങ്കയുടെ ഒക്കെ എനർജി കുറഞ്ഞ് അത് റിലീസ് ചെയ്ത് നിങ്ങൾ ഗ്രാജുവലി ആ ഒരു റിലേഷൻഷിപ്പിന് റെഡിയാകുകയാണ് ചെയ്യുക. ഓക്കെ, അതിനായിട്ട് നിങ്ങൾക്ക് ഇതുവരെയും നിരാശ ഉണ്ടാക്കിയിട്ടുള്ള, നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുള്ള, എന്താ പറയണ്ടേ, എക്സ്പീരിയൻസസ്, ഓക്കെ, ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ്, അത് ഏത് വേണമെങ്കിലാകാം, സൗഹൃദമാകാം, ഫാമിലി റിലേഷൻഷിപ്പ് ആവാം, എന്ത് വേണമെങ്കിലും ആകാം. പക്ഷെ നിങ്ങൾക്ക് വേദന, നിങ്ങൾക്ക് നിരാശ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ചില ബന്ധങ്ങളുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ കൂടെ നിൽക്കാത്ത ആളുകൾ, അപ്പോൾ അതുകൊണ്ടുണ്ടായ വിഷമം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നിന്നെല്ലാം നിങ്ങൾ എന്താ പറയുക, മുന്നോട്ട് വരുന്ന, അതിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്യുന്നൊരു വർഷമാണെന്ന് കാണുന്നു. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു എന്താ പറയുക, ഭയം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയം എന്നുകൊണ്ട് വെച്ചാൽ വിശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾക്ക് ഇതിനു മുന്നേ വിശ്വാസവഞ്ചന നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങളോട് ആരെങ്കിലും വിശ്വാസവഞ്ചന ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ഗാർഡഡ് ആണ്. പക്ഷെ നിങ്ങൾ എന്നിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു എനർജിയിൽ നിന്ന്, ആ ഒരു ഭയത്തോടെ ഇരിക്കുന്ന, പിന്നെ ഈ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ടെൻഡൻസി, അതിൽ നിന്നെല്ലാം നിങ്ങൾ മുന്നോട്ട് വരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന ഒരു വർഷമാണെന്ന് കാണുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട്, ആ ട്രാൻസ്ഫോർമേഷൻ്റെ ഭാഗമായിട്ട് അനാവശ്യമായ ഭയം, ചിലപ്പോൾ എന്തെന്നില്ലാത്തൊരു പേടി, ആൻസൈറ്റി ഒക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടാം. അപ്പോൾ നിങ്ങളത് പുറത്ത് കളയാൻ, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കും തോറും അത് നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ ആക്റ്റീവ് ആകാൻ ശ്രമിക്കും. ഓക്കെ, അതിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു വിശ്വാസം, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു എന്താ പറയുക, പെർസ്പെക്റ്റീവ്, അതിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഏറ്റവും ബെസ്റ്റായിട്ട് വേണം കണ്ടെത്താനായിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ
നിങ്ങൾക്ക് ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ് തരുന്ന, നിങ്ങളുടെ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന, ആ ഒരു നിങ്ങളിൽ തന്നെ സെക്യൂർ ആകാൻ ഹെൽപ്പ് ചെയ്യുന്ന അഫർമേഷൻസ് അത് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്താ പറയുക, നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യണം, അതാണ് സംഭവം. ഓക്കെ, നിങ്ങൾ ഈ ഒരു പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കണം. എത്ര അതൊക്കെ വീണ്ടും വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് എന്താ, ചിലപ്പോൾ ആരിൽ നിന്നാണോ നമ്മൾ അകലം പാലിക്കാൻ ശ്രമിക്കുന്നത് അവർ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വരിക, അവരെ കണ്ടുമുട്ടുക, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാകാം. ഓക്കെ, അതൊക്കെ പലതരത്തിലുള്ള പരീക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കുക, അതിൽ നിന്ന് മുന്നോട്ട് പോവുക. ഓക്കെ, നിങ്ങളത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതാണ്, മുന്നോട്ട് പോവുക. സെക്കൻഡ് ചാൻസസ് കൊടുക്കാതിരിക്കുക. പ്രത്യേകിച്ച് നിങ്ങളെ വഞ്ചിച്ച, നിങ്ങൾക്കൊരു ആവശ്യം വന്നപ്പോൾ കൂടെ നിൽക്കാതെ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുള്ള, അറിഞ്ഞുകൊണ്ട് നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുള്ള ആളുകളുണ്ട് ഇല്ലേ, അവർക്കൊന്നും സെക്കൻഡ് ചാൻസ് കൊടുക്കാതിരിക്കുക. അവരതൊന്നും അർഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, അപ്പോൾ നിങ്ങൾക്ക് സാധാരണയായിട്ട് തുറന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടായിരിക്കും. ഓക്കെ, മനസ്സിലുള്ളത് തുറന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ട്, എന്തെന്നില്ലാത്ത ഒരു റെസ്ട്രിക്ഷൻ, നിങ്ങൾ അതിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്ത് അതിലൊക്കെ നിങ്ങൾ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യുന്നൊരു വർഷമാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനൊക്കെ പ്രത്യേകിച്ച് വളരെ ക്ലിയർ ആകുക. മറ്റുള്ളവർക്ക് നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, അത് കൃത്യമായി നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളത് മാറ്റിയെടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തുറന്ന് പറയാൻ മടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ തുറന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. നോ പറയേണ്ടവർക്ക് നോ പറഞ്ഞു തുടങ്ങുകയാണ്. അതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നിരിക്കും. അതിൽ നിന്നെല്ലാം നിങ്ങൾ അങ്ങനത്തെ എനർജീസിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിങ്ങളൊരു ഹയർ ലെവൽ ഫ്രീക്വൻസിയിലേക്ക് ആകാൻ ശ്രമിക്കുന്ന ഒരു വർഷമാണ്. ഓക്കെ, കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട്, കൂടുതൽ കറേജിയസ് ആയിട്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ടുള്ള ഒരു യൂണിയന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കുന്ന ഒരു വർഷം. നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് തോട്ട്സ്, പിന്നെ എന്താ പറയുക, ഇൻസെക്യൂരിറ്റീസ്, സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സ് ഒക്കെ ഉണ്ട്. അതിൽ നിന്നെല്ലാം നിങ്ങൾ ഒരു എന്താ പറയണ്ടേ, നിങ്ങളായി ശ്രമിക്കുന്ന, അതിന് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താ പറയുക, പലതരത്തിലുള്ള ആക്ഷൻസ് എടുത്ത് പല പ്രാക്ടീസസിലൂടെയും അതിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്യാൻ, അതിൽ നിന്നൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യാനും, നിങ്ങൾക്കൊരു ഗ്ലോ അപ്പ് കൊണ്ടുവരാനും എനർജറ്റിക്കലി. അപ്പോൾ തന്നെ നിങ്ങളുടെ എനർജറ്റിക്കലി ഒരു ഗ്ലോ അപ്പ് ഉണ്ടാകുമ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിൽ അത് കാണിക്കുന്നതാണ്. അപ്പോൾ അതിനൊരു അവസരമുള്ളൊരു വർഷമാണ് ഈ ഒരു വർഷം. കണ്ടു, അതുകൊണ്ടാണ് അവസരം എടുത്തെടുത്ത് പറയാൻ കാരണം നിങ്ങളുടെയാണ് തീരുമാനം, നിങ്ങളാണ് തീരുമാനിക്കുന്നത്, അങ്ങനെ കാണുന്നത്. ഓക്കെ, നിങ്ങളാണ് ഡിസിഷൻ എടുക്കുന്നത്. എനിക്കിനി ഈ ഒരു കഴിഞ്ഞ കാലത്തിൽ കഴിഞ്ഞു പോയ കാര്യത്തിനെ ആലോചിച്ചിരിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടായ മുറിവുകൾ കൊണ്ട് നടക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് അതിൽ നിന്നെല്ലാം മൂവ് ഓൺ ചെയ്യണം. എൻ്റെ ഈ മുറിവുകളൊക്കെ എനിക്ക് ഹീൽ ചെയ്യണം. എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പാർട്ട്ണറുമായിട്ട് എനിക്കൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാണ്. ആ ഒരു ഫ്യൂച്ചർ സ്പൗസിനെ നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ എങ്ങനെ ആ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ വേർഷനിലേക്ക് മാറാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് ഈ ഒരു വർഷം. ഓക്കെ, ശരിയാണ്, ചാലഞ്ചിങ് ആണ്, അതിൽ ചാലഞ്ചസ് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതിൽ നിന്നെല്ലാം മുന്നോട്ട് വരുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ അതിനായിട്ട് നന്നായി ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചാലഞ്ച് വന്നാൽ തന്നെ നിങ്ങളത് വിട്ട് കളയണതായിട്ടും കാണുന്നില്ല. ഓക്കെ, നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്ന, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു ഗ്ലോ അപ്പ് നിങ്ങളുടെ ലൈഫിൽ എന്തായാലും സംഭവിക്കും. അതൊരു കൺഫർമേഷനാണ്. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഹീൽ ചെയ്തു, നിങ്ങൾ ഒരുപാട് മൂവ് ഓൺ ചെയ്തു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു കൺഫർമേഷനാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഗ്ലോ അപ്പ്. അതേ ഒരു ഇയറിൻ്റെ ഒരു സെക്കൻഡ് ഹാഫിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അത് സംഭവിക്കുന്നതാണ്. അങ്ങനെയാണ് നിങ്ങൾ പ്രോഗ്രസ് ചെയ്യണം. നിങ്ങളെ പാസ്റ്റിനെ കംപ്ലീറ്റ്ലി വിട്ട് കളഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകുകയാണ്. റിലേഷൻഷിപ്പ് വൈസ് നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വർഷം. അങ്ങോട്ടാണ് എത്തുന്നത്. ഓക്കെ, ഈ ഒരു പ്രാക്ടീസസിലൂടെ നിങ്ങളുടെ പെയിൻഫുൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുള്ള, നിങ്ങൾക്ക് ആഴത്തിൽ മുറിവുകൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ അനുഭവങ്ങളിൽ നിന്നും, എല്ലാ സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിനെ നിങ്ങൾ ഉപേക്ഷിച്ച് മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ എനർജി എന്തായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച്. അപ്പോൾ കളക്റ്റീവിൻ്റെ ഫ്യൂച്ചർ സ്പൗസും തമ്മിലുള്ള ഒരു കണക്ഷൻ, ആ ഒരു ഡിവൈൻ യൂണിയൻ, അതിനെ സംബന്ധിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 1ൻ്റെ ഫ്യൂച്ചർ സ്പൗസ് അവരുടെ ഈ വർഷത്തെ എനർജി എങ്ങനെയായിരിക്കും 2025? ഓക്കെ, ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു തീരുമാനം എടുക്കുന്ന വർഷമാണ് ഈ വർഷം. ഓക്കെ, എന്തിൽ നിന്നെല്ലാം മൂവ് ഓൺ ചെയ്യണം, എന്തിലൊക്കെ ഹോൾഡ് ഓൺ ചെയ്യണം, അങ്ങനെ തീരുമാനിക്കുന്ന ഒരു വർഷമാണ്. അവർ ഇനി നോക്കുന്നത് ആ ഒരു കമ്മിറ്റ്മെൻ്റാണ്. അപ്പോൾ അവർ ആ ഒരു കമ്മിറ്റ്മെൻറ്റിന് വേണ്ടുന്ന എന്താ പറയുക, അതിന് വേണ്ടി തയ്യാറെടുക്കണം. അവർക്കൊരു ഫാമിലിയാണ് വേണ്ടത്, ഒരു സ്ട്രോങ് സ്റ്റേബിൾ ഫാമിലിയാണ് വേണ്ടത്. ആ ഫാമിലിക്ക് അതിന് വേണ്ടിയിട്ട് അവർ ഫുള്ളി ഫോക്കസ് ചെയ്ത്
അവർ ചില കാര്യങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ, ഓക്കെ, പ്രത്യേകിച്ച് അവർക്കൊരു ക്ലാരിറ്റി ഇല്ലാത്ത, അവർക്കൊരു കൺഫ്യൂഷൻ തരുന്ന ചില ടൈപ്പ് ഓഫ് സിറ്റുവേഷൻസ് ഉണ്ട്, റിലേഷൻഷിപ്സ് ഉണ്ടെന്ന് കാണുന്നു. അതിൽ നിന്നൊക്കെ അവർ മുന്നോട്ട് പോവാണ്. അതിൽ ഇനി അവർ അവരുടെ എനർജി എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, കാരണം അവർ ഇനി ഫോക്കസ് ചെയ്യുന്നത് സീരിയസ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റിലേക്ക് മാത്രമാണ്. അങ്ങനെ അതുമായിട്ട് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വർഷം. അവർ കാര്യങ്ങൾ കൃത്യമായി പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു വർഷമാണ്. അപ്പോൾ എന്താണ് അവർക്ക് വേണ്ടത്, അവരുടെ ജീവിതത്തിൽ എന്താണ് വേണ്ടത്, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ എങ്ങനത്തെ ബന്ധമാണ് വേണ്ടത്, എങ്ങനത്തെ പാർട്ട്ണറെയാണ് വേണ്ടത് എന്നവർ കൃത്യമായി മനസ്സിലാക്കുന്ന ആ ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി ഉണ്ടായിരുന്നു അവർക്ക്. എങ്ങനത്തെ ആൾ വേണമെന്ന് ചിന്തിക്കുമ്പോൾ അവർക്കൊരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം മാറി കൃത്യമായി അവർക്കൊരു വ്യക്തത വരെയാണ് അവർക്ക് എങ്ങനത്തെ ഒരു ജീവിത പങ്കാളിയാണ് വേണ്ടത്. ആ മനസ്സിലാക്കിയിട്ട് അവർ അതിലായിട്ട് ഫോക്കസ് ചെയ്ത് അതിനെ പ്രയോറിറ്റൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്നൊരു വർഷമാണ്. അവർ ഫാമിലിയുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നു എന്ന് ഞാൻ കാണുന്നു. ഓക്കെ, കാരണം അവർ ആ ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുകയാണ്, അതായത് ഒരു സ്റ്റേബിൾ സെക്യൂർ ലോങ് ടേം റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അവരുടെ ഒരു കൺസെപ്റ്റിൽ അവരൊരു പരിശീലനം പോലെയാണ് അവർ ഫാമിലിയുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വളരെ നല്ലൊരു ഹൈ വൈബ്രേഷണൽ എനർജിയിലാണ് അവർ പെട്ടെന്ന് തന്നെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അവർക്ക് സംഭവിക്കുന്നുണ്ട്. ലൈഫിലുള്ള നല്ല കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അവർ കംപ്ലീറ്റ്ലി ഈ ഒരു ഇയറിൽ സെക്കൻഡ് ഹാഫ് അല്ല, ഫസ്റ്റ് ഹാഫിൻ്റെ ഉള്ളിൽ തന്നെ അവർ ഈ ഒരു ഡിവൈൻ യൂണിയന് റെഡി ആയിരിക്കും. അവർക്ക് ആ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അവർ ആ ഒരു എന്താ പറയണ്ടേ, അവരാഗ്രഹിക്കുന്ന പാർട്ട്ണറിന് എങ്ങനെയത്തെ പാർട്ട്ണറിനെയാണോ അവർ ആഗ്രഹിക്കുന്നത് ആ ഒരു റിലേഷൻഷിപ്പ്, ഓക്കെ, ആ പാർട്ട്ണർ വരുമ്പോൾ അവരെങ്ങനെയാകണം എന്നാഗ്രഹിക്കുന്നു. അവർക്കുണ്ടാവുമല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരിക്കണം ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ കണ്ടുമുട്ടുമ്പോൾ എന്ന്. ആ ലെവലിലേക്ക് അവർ എത്തിപ്പെടും. വളരെ പെട്ടെന്ന് തന്നെ ഈ വർഷം എത്തിപ്പെടുന്ന ഒരു വർഷമാണ്. അവരതിനെ കംപ്ലീറ്റ്ലി അവർക്ക് ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള ആളെ സ്വീകരിക്കാനായിട്ട് അവർ മനസ്സുകൊണ്ടും അവരുടെ എനർജറ്റിക്കലിയും എല്ലാം കൊണ്ട് അവരെ റെഡി ആയിരിക്കുന്ന, അവരെ കംപ്ലീറ്റ്ലി ഒരു എക്സൈറ്റഡ് ആയിട്ടും വളരെ ഹാപ്പി ആയിട്ടും അത് വെൽക്കം ചെയ്യാനിരിക്കുന്ന ഒരു എനർജിയാണെന്ന് കാണുന്നു. അവർ അതിനായിട്ട് തടസ്സം നിൽക്കുന്ന എന്തൊക്കെ പാസ്റ്റ് എനർജീസ് ഉണ്ടെങ്കിലും അതിനെല്ലാം അവർ അവരുടെ ലൈഫിൽ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. അവർ വളരെയധികം എന്താ പറയണ്ടേ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നൊരു വർഷമാണ്. മുൻപോട്ട് അവർക്ക് ഫോക്കസ് മുൻപോട്ട് മാത്രമാണ്. കഴിഞ്ഞു പോയതിലൊന്നും അവരിനി ഫോക്കസ് ചെയ്യുന്നില്ല. ആവശ്യത്തിന് അവരുടെ ഒരു ഇതിൽ ഞാൻ ആവശ്യത്തിന് അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു, ഇനി അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അവരിൽ കാണുന്നത്. ഓക്കെ, അവർ വളരെയധികം പ്രോഗ്രസ് ചെയ്യുന്നു എന്നാണ് ഞാൻ കാണുന്നത്. അത് കുറച്ചുകൂടി ഈസിയാണ് അവർക്ക് എന്ന് കാണുന്നുണ്ട്. അവരെന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം എന്നുള്ളത് കണ്ടറിഞ്ഞ് ആ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ അവർ കരിയറിൽ അവർ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. കാരണം അവർ ആ ഒരു ജീവിത പങ്കാളി വരുമ്പോൾ അവർ കരിയറിൽ അവർ ഇന്നൊരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി അവർ അതിനൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാം. അങ്ങനെ ഓക്കെ, അവരുടെ ഒരു ലൈഫ് പാർട്ട്ണർ ലൈഫിലേക്ക് വരുമ്പോൾ അവരെങ്ങനെയൊക്കെ ആയിരിക്കണമോ അതിലേക്ക് എത്താനുള്ള ഒരു കംപ്ലീറ്റ് പ്രിപ്പറേഷൻ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അവർ വളരെ ഒരു സെക്യൂറായിട്ട്, അവർക്ക് യാതൊരു തരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസ് ഒന്നുമില്ല, അത് വളരെ സെക്യൂറായിട്ട് ഈ ഒരു ബന്ധത്തിനായി റെഡിയാകുന്ന ഒരു വർഷം. അപ്പോൾ അവരുടെ എനർജി എന്ന് പറഞ്ഞാൽ വളരെ പീസ്ഫുള്ളാണ്, വളരെ ഹാർമോണിയസ് ആണ്. ഓക്കെ, അവർ പെർഫെക്റ്റ്ലി അലൈൻഡ് ആവുകയാണ്. ശരിക്കും ഈ ഒരു ഡിവൈൻ യൂണിയന് വേണ്ടി അവർ റെഡിയാക്കുകയാണ് കംപ്ലീറ്റ്ലി. ഓക്കെ, അവർ ആ ട്രാൻസ്ഫോർമേഷനൊക്കെ സംഭവിക്കുകയാണ്. ഈ ഒരു സംഭവം എന്താ പറയുക, ഒരു ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയാം അവരുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ ഒരു വർഷം അവർ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എന്താണ് അവർക്ക് വേണ്ടത്, ഒരു റിലേഷൻഷിപ്പ്, അവരെങ്ങനത്തെ പാർട്ട്ണറെയാണ് ആഗ്രഹിക്കുന്നത്, ആ പാർട്ട്ണറിന് എന്തൊക്കെ ക്വാളിറ്റീസ് വേണം അതൊക്കെ കൃത്യമായി മനസ്സിലാക്കി അതൊക്കെ പ്രയോറിറ്റൈസ് ചെയ്ത് അപ്പോൾ അതിന് വേണ്ടുന്ന അവർ എടുക്കേണ്ട ആക്ഷൻസ്, ഓക്കെ, മാനിഫെസ്റ്റ് ചെയ്യുന്നതോടൊപ്പം അവരെടുക്കേണ്ട ആക്ഷൻസ്, അവരിൽ എന്തൊക്കെ മാറ്റം വരുത്തണം, അവരൊക്കെ എന്തോരം ഇമ്പ്രൂവ് ആവണം, അതൊക്കെ ഫോക്കസ് ചെയ്ത് അതിൽ ഫുള്ളി വർക്ക് ചെയ്ത് പിന്നെ ഫൈനാൻസ് സിറ്റുവേഷൻ കൂടുതൽ സെക്യൂർ ആക്കുന്ന അങ്ങനത്തെ ഒരു വർഷമാണ്. പിന്നെ ഫാമിലിയുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് അത് ഞാൻ കേൾക്കുന്നത് അവർ ശീലിക്കുകയാണ് എന്നാണ്. കാരണം അവർ പാർട്ട്ണർ വരുമ്പോൾ പാർട്ട്ണറുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവർ കൂടുതൽ ഇത്രയും നാൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ സമയം സ്പെൻഡ് ചെയ്തിരുന്നൊരു വ്യക്തിയായിരിക്കും. പക്ഷെ അത് മാറി പാർട്ട്ണറുടെ കൂടെ ഫാമിലിയുടെ കൂടെ ഇനി സമയം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അവരുടെ ലൈഫിനെ സീരിയസ് ആക്കി എടുക്കുക കുറച്ചുകൂടെ. ഓക്കെ, ആ സീരിയസ്നെസ് കംപ്ലീറ്റ്ലി അവരുടെ ലൈഫിലേക്ക് വരികയാണ്. അവർ അങ്ങനെ വളരെ കെയർലെസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് കാണുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം ഈ ഒരു വർഷം അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു. അങ്ങനെ അവർ വളരെ പെട്ടെന്ന് അവർക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുകയും അവർ ആ ഒരു ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസി, അവരുടെ ആ പെർഫെക്റ്റ് അലൈൻമെൻറ്റ്, ആ ഒരു ഡിവൈൻ യൂണിയന് അവർ കംപ്ലീറ്റ്ലി റെഡിയാകുന്ന, അവർ വളരെ പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്ത് എനർജറ്റിക്കലി പ്രോഗ്രസ് ചെയ്ത് ആ ഒരു പോയിന്റിലേക്ക് എത്തുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷം. ഓക്കെ, അവർ വളരെ സ്റ്റേബിൾ ആയിരിക്കും, വളരെ സെക്യൂർ ആയിരിക്കും, കരിയർ വൈസ് ആണെങ്കിലും അവർ വളരെ സക്സസ്ഫുൾ ആയിരിക്കും. മൊത്തത്തിൽ അവർക്കൊരു എന്താ പറയുക, അനാവശ്യമായ ധൃതി, അനാവശ്യമായ ടെൻഷൻ ഇതൊന്നും അവർക്ക് ഉണ്ടാവില്ല. ഓക്കെ, അവർ റെഡിയാണെന്ന് അവർക്കറിയാം. ഞാൻ നടക്കുമ്പോൾ നടക്കട്ടെ അങ്ങനെ. ഓക്കെ, അവരതിന് വേണ്ടിയിട്ട് റഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നൊന്നുമില്ല. അത് വരുന്ന പോലെ വരട്ടെ, ആ ഒരു പേഷ്യൻസും കൂടെ അവർക്ക് ഉണ്ടായിരിക്കും.
അങ്ങനെയാണ് അവരുടെ എനർജി കാണുന്നത്. ഇനി നിങ്ങളുടെ ഇടയിലൊരു യൂണിയൻ പോസിബിൾ ആണോ എന്ന് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വർഷം നിങ്ങൾ കണ്ടുമുട്ടുന്നുണ്ടോ? ഓക്കെ, ഈ ഒരു വർഷം നിങ്ങൾ കണ്ടുമുട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ 2025 ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ് അവരവരുടെ ഫ്യൂച്ചർ സ്പൗസ്, അവർ ഈ ജന്മം അവർ വിവാഹം കഴിക്കാൻ പോകുന്ന അവരുടെ ജീവിത പങ്കാളി, ആ വ്യക്തിയെ അവർ കണ്ടുമുട്ടുന്നുണ്ടോ? ഡെഫിനറ്റ്ലി, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. ഓക്കെ, വളരെ നാച്ചുറലി സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നു. അത് നിങ്ങൾ തേടി പോവുകയൊന്നുമില്ല. അത് ഒരു വളരെ നാച്ചുറലി, വളരെ എഫേർട്ട്ലെസ്ലി, നിങ്ങൾ പോലും അറിയാതെ എന്നുള്ള രീതിയിലാണ് അവർ നിങ്ങളെ കണ്ടുമുട്ടുന്നത്. ഓക്കെ, നിങ്ങളൊരു പ്രത്യേക പോയിന്റിനായിട്ട് വെയിറ്റ് ചെയ്ത് റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നുമല്ല. നിങ്ങളൊരു വളരെ നാച്ചുറൽ ആയിട്ടൊരു മീറ്റാണ്, ഒരു യൂണിയനാണ് നിങ്ങളുടെ ഇടയിൽ കാണുന്നത്. ഓക്കെ, നിങ്ങൾ കണ്ടുമുട്ടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, കണ്ടുമുട്ടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി കണ്ടുമുട്ടുന്നതിലൂടെ ഈ ഒരു റിലേഷൻഷിപ്പ് എത്രത്തോളം പ്രോഗ്രസ് ചെയ്യും ഈ ഒരു വർഷം? ഗ്രൂപ്പ് 1 അവരുടെ ഫ്യൂച്ചർ സ്പൗസും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അവർ കണ്ടുമുട്ടുന്നുണ്ട് ഈ ഒരു വർഷം. അപ്പോൾ അത് എത്രത്തോളം പ്രോഗ്രസ് ചെയ്യാനാണ് സാധ്യത? അതൊരു പുതിയ തുടക്കമാണ് എന്ന് ഞാൻ കാണുന്നു. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ഒരു പുതിയ തുടക്കമാണ്. അപ്പോൾ ആ ഒരു ഫ്രഷ് ബിഗിനിങ്, ആ ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾ പരസ്പരം എന്താ പറയുക, ഞാൻ കേൾക്കുന്നത് സമയമെടുക്കും എന്നാണ്. ഒരു ധൃതി വെക്കുന്നതായിട്ട് എനിക്ക് കിട്ടുന്നില്ല. നിങ്ങൾ എന്താ പറയണ്ടേ, കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ കോൺട്രഡിക്ടറി ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു ബിഹേവിയേഴ്സൊക്കെ ഉണ്ടാവും രണ്ടുപേരിലും. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ടുപേരും അങ്ങനത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാബിറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു ബിഹേവിയർ പാറ്റേണോ അത് നിങ്ങൾ പരസ്പരം നിങ്ങൾ കണ്ടുമുട്ടിയതിന് ശേഷമാണ് നിങ്ങൾ തിരിച്ചറിയുന്നത്, ഇത് എനിക്ക് മാറ്റാനുണ്ട്, ഇത് മാറ്റാനുണ്ട് എന്ന്. നിങ്ങൾ അങ്ങനെ രണ്ടുപേരും ആ അങ്ങനത്തെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ഈറ്റിംഗ് ഹാബിറ്റ് അതൊക്കെ മാറ്റി നിങ്ങൾ ഒരു സ്റ്റേബിൾ സെക്യൂർ കണക്ഷനിലേക്ക് കടക്കുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷം. ഓക്കെ, കുറച്ചൊരു ചാലഞ്ച് ഉണ്ടാവും അതിന് മുൻപ്, ചെറിയൊരു ചാലഞ്ച് ഉണ്ട് എന്ന് കാണുന്നു. അതായത് നിങ്ങൾ ശരിയാണ്, കണ്ടുമുട്ടുന്നത് വളരെ നാച്ചുറലിയാണ്. പക്ഷേ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കാൻ അതിന് മുന്നേ കുറച്ച് ചാലഞ്ചസ് ഉണ്ടെന്ന് പറയണു. അത് നിങ്ങൾ രണ്ടുപേരുമാണത് എന്താ ചെയ്യണേ, അത് തീരുമാനിച്ചിട്ട് ഓക്കെ പരസ്പരം അത് ഓക്കെ ആകിയതിന് ശേഷമാണ് നിങ്ങൾ ആ ഒരു സ്റ്റേബിൾ സെക്യൂർ കണക്ഷനിലേക്ക് കടക്കുന്നത്. അപ്പോൾ രണ്ടുപേരും പൂർണ്ണമായും അതിന് തയ്യാറാകുമ്പോഴാണ് അത് നടക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സും ഒക്കെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ സംഭവിക്കാൻ തോന്നുന്നുണ്ട്. ഈ വ്യക്തിയെ കണ്ടുമുട്ടി കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സൈറ്റഡ് ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കുറച്ചിങ്ങനെ ആ ഒരു നിങ്ങൾ വിട്ടുകളയാൻ ശ്രമിക്കുന്ന എനർജി നിങ്ങളിലേക്ക് തിരിച്ചു വരാനൊക്കെ ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട് ഈ ഒരു വർഷത്തിൻ്റെ ഇടയിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇവരെ കണ്ടുമുട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് നിങ്ങളൊന്ന് ഓവർ പവർ ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ ആയിട്ട് കാണുന്നു. ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ്, ഒരു മെൻ്റൽ ഫൈറ്റ് നടക്കുന്നുണ്ട്. ഓക്കെ, അതിൽ നിന്നാണ് നിങ്ങൾ ഫൈനലി നിങ്ങളപ്പോൾ റെഡി ആകാൻ കുറച്ച് സമയമെടുക്കും. നിങ്ങളുടെ ഭാഗത്തുനിന്ന്, കളക്റ്റീവിൻ്റെ ഭാഗത്തുനിന്ന് അതിൽ നിന്ന് മാറി ആ ചിന്തകളെയൊക്കെ വിട്ട് കളഞ്ഞ് അത് വെറും ചിന്തകളാണ്, അത് എന്താ പറയുക, അതല്ല സത്യം എന്നൊക്കെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ തന്നെയാണ് അതിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് ഇനീഷ്യേറ്റ് എടുക്കുന്നത്. ഒരു ടവർ മൊമെൻറ്റ് ഡെഫിനറ്റ്ലി അവിടെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ആ ടവർ മൊമെൻ്റ് ആണ് ആക്ച്വലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് അതിൽ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യാനായിട്ട്. ഡെഫിനറ്റ്ലി ഒരു പ്രോഗ്രസ് ഉണ്ട്. ആസ് എ റിലേഷൻഷിപ്പ് ഇതിലൊരു പ്രോഗ്രസ് ഉണ്ട്. ആ ഒരു സ്റ്റേബിൾ സെക്യൂർ കണക്ഷനിലേക്ക് നിങ്ങൾ കടന്ന് തുടങ്ങുന്ന ഒരു വർഷം, അതാണ് ഈ ഒരു എന്താ പറയണ്ടേ 2025 എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ 2025 അവസാനിക്കുന്നതോടുകൂടെ നിങ്ങൾക്ക് കാര്യമായ പ്രോഗ്രസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ യാത്രയൊക്കെ ഒരുമിച്ച് ചെയ്യാനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷേ വളരെ സന്തോഷം നിറഞ്ഞ നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നൊരു റിലേഷൻഷിപ്പിലേക്ക് ഇത് മാറുന്നുണ്ട്. ഓക്കെ, ഒരുപാട് പ്രോഗ്രസ് എന്തായാലും ഡെഫിനറ്റ്ലി സംഭവിക്കുന്നുണ്ട്. ഒരു മാരേജ് ആയിട്ടൊന്നും ഞാൻ കാണുന്നില്ല, പക്ഷേ ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പ് നന്നായി പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. ഇടയിലൊരു ഈ പറഞ്ഞ പോലെ ഈ ചാലഞ്ചാണ് ഇവിടെ കുറച്ചും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണേ എന്നാണ് എനിക്ക് മനസ്സിലാവണേ. ഓക്കെ, അവിടെ കൂടുതലും ചിന്തകൾ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. ഓക്കെ,
ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം എന്താ പറയേണ്ടത് സജസ്റ്റ് ചെയ്യുന്നത്, ഇത് ഒരു സീരിയസ് കണക്ഷനാണ് ഞാൻ നോക്കുന്നത്, നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്ന് നോക്കിയാലോ, നമുക്ക് പരസ്പരം ഓക്കെ ആണെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പിലേക്ക് കടന്നാലോ, അങ്ങനെ ഒരു സംസാരം ഉണ്ടാവുന്നുണ്ട്. അവിടെ നിന്നാണ് നിങ്ങളുടെ ഉള്ളിലത്തെ ആ ഒരു ഇപ്പം നിങ്ങൾ തന്നെ പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് പിന്നെ അയ്യോ ശരിയാവോ അത് ഓക്കെ ആവോ അങ്ങനത്തെ ഒരു ചിലപ്പോൾ അവർ നിങ്ങളോട് ഉത്തരം പറയാൻ സമയം കുറച്ച് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് നടക്കില്ലായിരിക്കും, എന്താ പറയുക, പിന്നെ നിങ്ങളെല്ലാ വേഴ്സ്റ്റ് കേസ് സിനാരിയോസും ചിന്തിക്കാൻ ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് കാണുന്നു. പക്ഷേ ഒരു ടവർ മൊമെൻറ്റ് ഡെഫിനറ്റ്ലി സംഭവിക്കുന്നുണ്ട്. അതായത് ടവർ മൊമെൻറ്റ് ശരിക്കും നിങ്ങൾക്കുള്ളിലാണ്, നിങ്ങൾക്കൊരു ക്ലിയർ ആസ് എ ഡേ, ഓക്കെ, പകൽ പോലെ വ്യക്തമായിട്ടുള്ള ഒരു കൺഫർമേഷൻ യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ടവർ മൊമെൻറ്റ്, അതാണ് നിങ്ങളുടെ ഉള്ളിലൊരു സ്പിരിച്വൽ അവേക്കണിങ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് കാര്യങ്ങളൊക്കെ പിന്നെ വളരെ ഓക്കെ ആയി ഈ ഒരു ഇയറിൽ അവസാനിക്കുന്നതോടുകൂടെ കാര്യമായിട്ട് ഒരു പ്രോഗ്രസ് നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നു. ഓക്കെ, ഒരുപാട് മുന്നോട്ട് പോകുന്നുണ്ട് ഈ ഒരു ബന്ധം, അതൊരുപാട് നിങ്ങൾക്ക് സന്തോഷം തരുന്നതാണ് എന്ന് കാണുന്നു. നമ്പർ 3യുടെ സീക്വൻസ് നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 3-ാം തീയതി, 3-ാമത്തെ മാസം, ഓക്കെ, അങ്ങനെ 3, 6, 9 ഈ നമ്പറുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കാണുന്നു. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ എടുത്തു പറയുന്നൊരു കാര്യം, ഈ റിലേഷൻഷിപ്പിന് മുന്നോട്ട് പോകാനുള്ള എല്ലാ പൊട്ടൻഷ്യലുള്ള ഒരു വർഷമാണ്. നിങ്ങൾ വേഴ്സ്റ്റ് കേസ് സിനാരിയോ ചിന്തിച്ച് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത്, ഓക്കെ, ഞാൻ പറയാറുണ്ട്, അതായത് നമ്മൾ ചില സിനാരിയോസ് നമ്മൾ ഉള്ളിൽ കണ്ടിട്ട് അങ്ങനെയാവും എന്ന് ചിന്തിച്ച് അതിൻ്റെ ബേസിൽ നമ്മളൊരു തീരുമാനങ്ങൾ എടുക്കുക, റിയാക്ട് ചെയ്യുക, മനസ്സിലായോ? അങ്ങനെയൊക്കെ ചെയ്താൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആകെ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ കാരണം അവിടെ നിങ്ങളുടെ ഒരു മിസ്അലൈൻമെൻറ്റ് വരികയാണ്. ഓക്കെ, അല്ലാത്ത പക്ഷം നിങ്ങളൊരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ കൺസേൺസൊക്കെ നിങ്ങൾക്ക് തുറന്നു പറയാം. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പരസ്പരം അതിലൊരു ക്ലാരിറ്റി വന്നതിന് ശേഷം നിങ്ങൾ മുന്നോട്ട് പോകുക. അപ്പോൾ കുറച്ച് സമയം എടുക്കും എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്, പക്ഷേ സമയം എടുക്കണം. എന്നിട്ട് നിങ്ങൾ പരസ്പരം രണ്ടുപേരും ഓക്കെ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ അത് നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന, പ്രത്യേകിച്ച് ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് മുന്നോട്ട് പോകുന്ന ഒരു വർഷമാണ് നിങ്ങളുടെ 2025. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള റീഡിങ്. നമുക്കിനി ക്യാപ്സ്യൂൾ ക്ലൂസ് നോക്കാം. ഗ്രൂപ്പ് 1-ന് അവരുടെ ഫ്യൂച്ചർ സ്പൗസുമായി ബന്ധപ്പെട്ടിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്തത്. അപ്പോൾ അവരുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൂസ് മാക്സിമം പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഈ ഒരു കണക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൂസ്. സോറി, ഓക്കെ, ഞാൻ ഈ ക്ലൂസ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, നമുക്ക് സെപ്റ്റംബർ മാസം കിട്ടിയിട്ടുണ്ട്, ജൂലൈ മാസം കിട്ടിയിട്ടുണ്ട്, പിന്നെ മെയ്, ജൂൺ, ഒക്ടോബർ, ഇത്രയും മാസങ്ങളാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ജന്മമാസം ഉണ്ടായിരിക്കാം. പിന്നെ ഈ മാസങ്ങളൊക്കെ ഈ ഒരു കണക്ഷനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് സ്പ്രിംഗ് സീസണും സമ്മർ സീസണും ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വേനൽക്കാലം വസന്തകാലവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് 3 ദിവസങ്ങൾ കിട്ടിയിട്ടുണ്ട്, സാറ്റർഡേ, സൺഡേ, ട്യൂസ്ഡേ. ഓക്കെ, പിന്നെ ഡേറ്റുകളാണ് കിട്ടിയിട്ടുള്ളത്. 2, 8, 12, 13, പിന്നെ 29, 28 ഇത്രയും തീയതികൾ കിട്ടിയിട്ടുണ്ട്. ഇനി 3 ആൽഫബറ്റ്സ് UVO. ഈ ലെറ്റേഴ്സ് ഇവരുടെ നെയിമിൽ ഓക്കെ ഉണ്ടായിരിക്കും, ഇവരുടെ ഫസ്റ്റ് നെയിം ഇവരുടെ പേരിൽ ഉണ്ടായിരിക്കും ഈ ലെറ്റേഴ്സൊക്കെ. ഓക്കെ, ഏതെങ്കിലും ഒന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഇത് അവർ ഇനീഷ്യൽ തന്നെ ആയിരിക്കാം. ഓക്കെ, ടേക്ക് ഇറ്റ് ആസ് എ ട്രസ്റ്റ് നെറ്റ്സ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ്, മൈ ഡിയർ ഗ്രൂപ്പ് 1. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അത് മറക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. കമൻറ്റ് സെക്ഷനിൽ ആ പെർട്ടിക്കുലർ കമൻറ്റ് ടൈം സ്റ്റാമ്പ്സും കോൺടാക്ട് ഡീറ്റെയിൽസും അടങ്ങിയ കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് എടുക്കാൻ പറ്റാത്തവർക്കാണ് അത് ചെയ്തിരിക്കുന്നത്.
നിങ്ങൾ ഈ ഒരു റീഡിംഗ് ഇത്ര നേരം കേട്ടിരുന്നതിനും നിങ്ങളുടെ സാന്നിധ്യം ഈ റീഡിങ്ങിൽ ഉണ്ടായതിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ഫ്ലവറാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് നോക്കാം. ആദ്യം തന്നെ പെട്ടെന്ന് ക്യാമറ താഴ്ന്ന പോലെ തോന്നിട്ടോ, അതാണ് ഉണ്ടായി. ഞാൻ പോസ് ചെയ്തെന്ന് വിചാരിച്ചാൽ പോസ് ചെയ്തിരിക്കാം അല്ലേ, സോറി. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് നിങ്ങളുടെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പേഴ്സുമായിട്ടുള്ള യൂണിയനാണ് നമ്മുടെ വിഷയം. അത് ഈ വർഷം ഉണ്ടാകുമോ ഇല്ലയോ, നിങ്ങളവരെ കണ്ടുമുട്ടോ ഇല്ലയോ, എന്തായിരിക്കും റിലേഷൻഷിപ്പിൻ്റെ ഒരു പ്രോഗ്രസ്, ഇതൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ എനർജറ്റിക്കലി റെഡി ആയിരിക്കുമോ, നിങ്ങളുടെ എനർജി അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എനർജി എങ്ങനെയായിരിക്കും ഈ ഒരു വർഷത്തിൽ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ് അവരുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ട് ഈ വർഷം കണ്ടുമുട്ടാൻ അതിന് എനർജറ്റിക്കലി അവർ അലൈൻഡ് ആയിരിക്കുമോ, ആ ഒരു ഡിവൈൻ യൂണിയന് അവർ ഈ വർഷം എനർജറ്റിക്കലി റെഡി ആകുമോ? ഡെഫിനറ്റ്ലി യെസ്. നിങ്ങൾ ഈ വട്ടം ആ ഒരു എന്താ പറയണ്ടേ, ഈ ഒരു വർഷത്തിൽ നിങ്ങളതിലേക്ക് പ്രോഗ്രസ് ചെയ്യുന്ന, നിങ്ങളതിലോട്ട് എത്തിപ്പെടുന്ന ആ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾ കംപ്ലീറ്റ്ലി റെഡി ആയിട്ട് നിങ്ങളതിലേക്ക് എത്തിപ്പെടുന്നൊരു വർഷമാണ് 2025. നിങ്ങൾക്ക് ഡിവൈൻ മസ്കുലിൻ എനർജിയാണ്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ ഡിവൈൻ മസ്കുലിനിലേക്ക് അടുക്കുന്ന ഒരു വർഷം, അതാണ് ഈ ഒരു 2025. ഓക്കെ, നിങ്ങൾ തീരുമാനിക്കുകയാണ് ആ പാസ്റ്റിനെ, പ്രത്യേകിച്ച് ചിലപ്പോൾ നിങ്ങൾക്കൊരു സിഗ്നിഫിക്കൻറ്റ് പാസ്റ്റ് ഉണ്ടായിരിക്കാം. ഓക്കെ, അതിനെ വേണ്ടെന്ന് വെച്ച് അതിനെ വിട്ട് കളഞ്ഞ് നിങ്ങൾ മുന്നോട്ട് വരുന്ന ഒരു വർഷം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത് ഈ ഒരു വർഷം. ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു കണക്ഷനെ സംബന്ധിച്ച് അതൊരു എനർജറ്റിക്കലി ആകാം. നിങ്ങളെന്താ വെച്ചാൽ അതിനായിട്ട് കംപ്ലീറ്റ്ലി അത് എത്ര സമയം എടുക്കുന്നുണ്ടെങ്കിലും ഓക്കെ, നിങ്ങളതിനായിട്ട് വർക്ക് ചെയ്യണം. നിങ്ങൾക്കൊരു മടുപ്പ് കൂടാതെ നിങ്ങൾ അതിന് വേണ്ടി ആ ഒരു കണക്ഷന് റെഡി ആകുന്നതിന് വേണ്ടി, നിങ്ങളുടെ ഡിവൈൻ മസ്കുലിനോട് അടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ കൺസിസ്റ്റൻ്റ്ലി ആക്ഷൻസ് എടുക്കുന്ന, നിങ്ങൾ അതിനായി വർക്ക് ചെയ്യുന്ന ഒരു വർഷമാണ്. ഓക്കെ, നിങ്ങൾക്ക് നല്ല പേഷ്യൻസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. നിങ്ങളത് ഇപ്പോൾ നിങ്ങൾക്കൊരു സാധാരണഗതിയിൽ നിങ്ങൾക്കൊരു ധൃതിയുണ്ട്, അയ്യോ എനിക്ക് എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഇല്ലാതെ വളരെ ക്ഷമയോടെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു യൂണിയൻ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അവരൊന്ന് കാണണമെന്നായിരിക്കാം. ഓക്കെ, അപ്പോൾ ആ കണ്ടുമുട്ടുന്നതിനൊക്കെ അവർ ഓക്കെ അതിൻ്റെ ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ടല്ലോ, ആ സമയത്ത് നടക്കും എന്നുള്ളൊരു ക്ഷമയോടെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു വർഷം. നിങ്ങളുടെ ജീവിതത്തിൽ പേഴ്സണലി ഒരുപാട് മൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷം. പ്രത്യേകിച്ച് നിങ്ങൾ ആ ഒരു നെഗറ്റീവ് തോട്ട്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഒരു സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ്, ഓക്കെ, മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള അവരുടെ ജഡ്ജ്മെൻറ്റ്സ് സ്വയം അത് സത്യമാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അതിൽ നിന്നെല്ലാം പുറത്തേക്ക് വരുന്ന ഒരു വർഷം. കണ്ടോ, ആ നെഗറ്റീവ് തോട്ട്സും സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ്, ഇൻസെക്യൂരിറ്റീസിനൊക്കെ നിങ്ങൾ എന്നേക്കുമായി അതിൽ നിന്ന് മുന്നോട്ട് പോകുന്നൊരു വർഷമാണ്. മാത്രമല്ല നിങ്ങൾ വളരെയധികം ലൈഫിൽ എന്താ പറയുക, മാക്സിമം നിങ്ങളുടെ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്ത് അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു വർഷമാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇതൊക്കെ നിങ്ങളുടെ എനർജറ്റിക്കലി നിങ്ങൾ ഒരുപാട് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളെ കൂടുതൽ നിങ്ങളുടെ ഡിവൈൻ മസ്കുലിനിലേക്ക് അടുപ്പിക്കുകയാണ്, നിങ്ങളുടെ ഡിവൈൻ യൂണിയനുമായിട്ട് നിങ്ങൾ അലൈൻഡ് ആകുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക, ഇപ്പോൾ ചിലപ്പോൾ പാസ്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, പാസ്റ്റ് പീപ്പിൾ ആയിരിക്കാം, നിങ്ങൾ മൂവ് ഓൺ ചെയ്തിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ നോക്കുമ്പോഴും നിങ്ങൾ ശക്തമായിട്ട് അവരെ എന്താ ചെയ്യുക, നിങ്ങളുടെ ലൈഫിൽ നിന്ന് അകറ്റി നിർത്തുക. ഓക്കെ, ഒരു സ്ട്രോങ് ബൗണ്ടറി ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ അവരിൽ നിന്ന് അകന്ന് നിൽക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നാലും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതിന് ആ ഒരു ലക്ഷ്യം നിങ്ങൾ വിട്ട് കളയുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ദൃഢനിശ്ചയം എടുക്കുന്ന പോലെയാണ്. അതായത് ഈ വർഷം തന്നെ എനിക്ക് എൻ്റെ ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടുമുട്ടണം, ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഞാൻ ആയിരിക്കണം, അതിന് വേണ്ടി നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്തു തുടങ്ങുകയാണ്. അങ്ങനെ അപ്പോൾ എന്നാൽ അതേസമയം നിങ്ങൾ എന്താ പറയുക, ഇപ്പം നടക്കണം, ഇത്ര നാൾക്കുള്ളിൽ നടക്കണം, അങ്ങനത്തെ വാശികളൊന്നും നിങ്ങൾക്കില്ല. നിങ്ങൾ ആക്ഷൻസ് എടുക്കുന്നു. ഓക്കെ, പിന്നെ മാത്രമല്ല നിങ്ങളുടെ എനർജി വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു വർഷമാണെന്ന് കാണുന്നു. പിന്നെ നിങ്ങൾ യാതൊരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷനും അനുവദിക്കുന്നില്ല, അത് അനുവദിക്കുന്നില്ല. അതെ, ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ റൈറ്റ് പേഴ്സണിന് വേണ്ടി മാത്രമാണ് വെയിറ്റ് ചെയ്യുന്നത്. വേറെ ആര് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ അതിലേക്കൊന്നും ഇൻവെസ്റ്റ് ചെയ്യില്ല എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് സ്യൂട്ടേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പക്ഷേ നിങ്ങൾ അതിലൊന്നും അത്ര ഇൻട്രസ്റ്റഡ് ആകുന്നില്ല എന്ന് കാണുന്നു.
പിന്നെ നിങ്ങൾ ഈ ഒരു കാര്യം അങ്ങനെ ആരോടും ഷെയർ ചെയ്യുന്നില്ല. അതായത് നിങ്ങൾ ഈ ഒരു ഡിവൈൻ യൂണിയനായിട്ട് വർക്ക് ചെയ്യുകയാണ്, അതിനായിട്ടുള്ള ആക്ഷൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ നിങ്ങൾ അതിനെക്കുറിച്ച് ആരോടും ഷെയർ ചെയ്യുന്നില്ല എന്നും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഹ്യൂജ് ചേഞ്ച്, സഡൻ അൺഎക്സ്പെക്റ്റഡ് ഒരു റിന്യൂവൽ എനർജി നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു വർഷമാണ് ഈ 2025. ഓക്കെ, അണ്ടർലൈൻ എനർജി എന്ന് പറഞ്ഞാൽ 4 of Wands ആണ്. അപ്പോൾ ആ ഒരു ഡിവൈൻ യൂണിയൻ്റെ ഒരു ലേക്കുള്ള സഡൻ ഷിഫ്റ്റ് നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. ഈ ഒരു അവസാനിക്കുന്നതോടുകൂടെ, ആ സമയത്ത് എത്തുന്നതോടുകൂടെ ഒരു റിന്യൂവൽ ഉണ്ടാവുന്നുണ്ട്, ഒരു എവേക്കണിങ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. വളരെ പെട്ടെന്നൊരു മാറ്റം, ഇങ്ങനെ അത് മാറ്റങ്ങൾ ഉണ്ടാകുന്നു, പ്രോഗ്രസ് ഉണ്ടാകുന്നു, അങ്ങനെ പോയി ഒരു സഡൻ ഷിഫ്റ്റ്. ഓക്കെ, അതാണ് സംഭവിക്കുന്നത് ഈ ഒരു ഇയർ എൻഡ് ചെയ്യുന്നതോടുകൂടെ. അതോടുകൂടി നിങ്ങൾക്കൊരു റീബർത്താണ് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് ഇമോഷൻസിൻ്റെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഹീൽ ചെയ്യാത്തതിൻ്റെ എന്തെങ്കിലും പൊട്ടുംപൊടിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരു ടവർ മൂമെൻറ്റിലൂടെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കംപ്ലീറ്റ്ലി പോയിട്ട് നിങ്ങൾക്കൊരു റീബർത്താണ് സംഭവിക്കുന്നത്. ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ എനർജി എന്തായിരിക്കും നോക്കാം. ഇപ്പോൾ ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ് ഫ്യൂച്ചർ സ്പൗസ്, അവരുടെ എനർജി, അവർ ഈ ഒരു ഡിവൈൻ യൂണിയനെ സംബന്ധിച്ച് അവർ അതിനോട് അലൈൻഡ് ആയിരിക്കുമോ, എന്തായിരിക്കും അവരുടെ എനർജി ഈ ഒരു ഡിവൈൻ യൂണിയനുമായി ബന്ധപ്പെട്ട്? അവർ സ്ലോ മൂവിങ് ആണെന്ന് കാണുന്നു. ഓക്കെ, അവരതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് ആ ഒരു ഹാപ്പി മാരേജ്, അവർ ഹാപ്പിലി എവർ ആഫ്റ്റർ ഫോക്കസ് ചെയ്തുകൊണ്ട് അവർ അതിന് അവരുടേതായ ഒരു വേഗതയിൽ, ഓക്കെ, ഒരുപാട് ധൃതിയൊന്നും വെക്കാതെ നല്ല ക്ഷമയോടെ അവരൊരു സോളിഡ് ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവർ വർക്ക് ചെയ്യുന്ന ഒരു വർഷം. പ്രത്യേകിച്ച് അവരുടെ നെഗറ്റീവ് തോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ എന്ത് കാര്യവും കാട് കയറി ചിന്തിക്കുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മൂവ് ഓൺ ചെയ്യാൻ, അങ്ങനത്തെ ടെൻഡൻസിയൊക്കെ വേണ്ടെന്ന് വെച്ച് മാറുന്ന, അങ്ങനെ നിങ്ങൾ അവരിൽ ആവശ്യമായ മാറ്റങ്ങൾ അവർ തന്നെ വരുത്തുന്നൊരു വർഷമാണ്. പിന്നെ അവർക്ക് വിട്ടുകളയേണ്ടതായിട്ടുള്ള ചില ബേർഡൻസ് ഉണ്ട് അവരുടെ ലൈഫിൽ. ഓക്കെ, അവർ കൊണ്ട് നടക്കുന്ന അവരുടേതല്ലാത്ത ചില, എന്താ പറയുക, എനിക്ക് കിട്ടുന്ന വാക്ക് വിഴുപ്പ് എന്നാണ്. അതായത് അത് അവരുടെ അതൊരു തരത്തിലൊരു വേസ്റ്റാണ്, ഒരു എനർജറ്റിക്കലി വേസ്റ്റാണ്. പക്ഷെ അവരുടേതല്ലാത്തത് അവരെങ്ങനെ കൊണ്ട് നടക്കുകയാണ്. അങ്ങനത്തെ ആ ഒരു കഴിഞ്ഞു പോയ, അവർക്ക് ഇനി യാതൊരു തരത്തിലുള്ള ഗുണകരമല്ലാത്ത ചില അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളുടെ എനർജറ്റിക്കൽ ബേർഡൻ അവരുടെ ഷോൾഡറിലുണ്ട്. അവരതെല്ലാം ഉപേക്ഷിക്കുന്ന ഒരു വർഷം ആണ് ഈ 2025. പ്രത്യേകിച്ച് ആ കോ ഡിപ്പെൻഡൻസി ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ, ഓക്കെ, അവർക്ക് ചിലപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കാം, കോ ഡിപ്പെൻഡൻസി ഇഷ്യൂ, അതൊക്കെ അവർ ഉപേക്ഷിക്കുന്ന ഒരു വർഷം. ഓക്കെ, അവരങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആവുകയും അവരവരിൽ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്ത് ആ ഒരു ഫുൾ എനർജിയിലേക്ക് അവർ മാറുന്ന ഒരു വർഷമാണ്. അവരവരിൽ തന്നെ ഫോക്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അവർ ആ ഒരു സ്വന്തം കമ്പനി എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ആ ഒരു യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് പ്രസൻറ്റിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ആ ഒരു, അങ്ങനെ അത് പ്രാക്ടീസ് ചെയ്യുന്നു. അതുമാത്രമല്ല, എന്താ പറയുക, എല്ലാ കാര്യങ്ങളും എന്തൊക്കെ ലൈഫിൽ നേടിയെടുക്കണോ അതെല്ലാം നേടിയെടുക്കാൻ സാധിക്കും. അതിനുള്ള ഒരു പവർ എനിക്കുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷം. അവർ ഈ ഒരു പാർട്ട്ണർഷിപ്പിനായിട്ട് കംപ്ലീറ്റ്ലി റെഡി ആകുന്ന ഒരു ഇയർ കൂടിയാണ് കേട്ടോ ഈ 2025 എന്ന് പറയുന്നത്. അവർക്ക് അതിനായിട്ട് ഒരുപാട് പേര് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരുപാട് ഹെൽപ്പുകൾ കിട്ടുന്നുണ്ട്. ആ ഹെൽപ്പുകളൊക്കെ അവർ കൃത്യമായി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല, അവരുടെ ആ ഒരു, എന്താ പറയണ്ടേ, കംപ്ലീറ്റ്ലി അവർ സറണ്ടേർഡ് ആയിരിക്കും ആ വരുന്ന മാറ്റങ്ങൾ. അപ്പോൾ അവർ ഓൾറെഡി അവരുടെ ഇൻറ്റൻഷൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും യൂണിവേഴ്സിൻ്റെ അടുത്ത്. എന്നിട്ട് അത് എങ്ങനെ നടക്കുന്നു, ഏത് രീതിയിൽ സംഭവിക്കുന്നു, ആ ഒരു മാറ്റങ്ങൾക്ക് അവർ യാതൊരു തരത്തിലുള്ള റെസിസ്റ്റൻസോ അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാതെ അതിനെ കംപ്ലീറ്റ്ലി സറണ്ടറായി മുന്നോട്ട് പോകുന്ന ഒരു വർഷം. അവർക്ക് ഒരുപാട് പേഴ്സ്പെക്റ്റീവ് ഷിഫ്റ്റ്സ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. കാഴ്ചപ്പാടുകളിലൊക്കെ വ്യത്യാസം വരുത്തുന്നുണ്ട് അവർ. കണ്ടോ, കൃത്യമായ ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ ഒരു സക്സസ്ഫുൾ കണക്ഷനിലേക്ക് എത്തിപ്പെടാൻ അവർ ചെയ്യേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ്സ് അവരതാണ് ചെയ്യുന്നത് ഈ ഒരു വർഷം. ഓക്കെ, അത് വളരെ ക്ഷമയോടുകൂടെ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അതേസമയം ഈ ഒരു ബന്ധത്തിനായിട്ട് അവർ കംപ്ലീറ്റ്ലി റെഡി ആകുകയാണ് ഈ ഒരു കണക്ഷനായിട്ട്. യൂണിവേഴ്സ് അത് അൺഎക്സ്പെക്റ്റഡ്ലിയാണ് കൊണ്ടുവരിക എന്നുള്ള കൃത്യമായ ഒരു ബോധമുണ്ട്. ആ ഒരു ഇതിൽ അവർ കംപ്ലീറ്റ്ലി റെഡി ആക്കുകയാണ്. അവർക്ക് ആ ഒരു ധൈര്യം അവർക്ക് ലഭിക്കുകയാണ്. ഓക്കെ, ആ ധൈര്യവും ആത്മവിശ്വാസവും അങ്ങനെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവർ ഇതിലേക്ക് ഈ ഒരു ഡിവൈൻ യൂണിയനിലേക്ക് റഷ് ചെയ്യുന്ന ഒരു വർഷമാണ് ഈ 2025. അപ്പോൾ അവരിലും നല്ലൊരു എനർജി ഷിഫ്റ്റാണ് കാണുന്നത്. അവരായി തന്നെ ഇനീഷ്യേറ്റ് എടുത്ത് അവരിലുള്ള ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ ഈ ഒരു ഡിവൈൻ യൂണിയനെ പ്രിവെൻറ്റ് ചെയ്യുന്ന എനർജി എന്തൊക്കെയാണ് കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിലൊക്കെ വർക്ക് ചെയ്ത് അവർ മുന്നോട്ട് വരുന്ന നിങ്ങളുടെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണറായിട്ട് അവർ മാറുന്ന ഒരു വർഷമാണ് ഈ ഒരു 2025. ഇനി
നിങ്ങളുടെ ഇടയിൽ, നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ ഒരു യൂണിയൻ സംഭവിക്കുമോ നോക്കാം. അപ്പോൾ ഗ്രൂപ്പ് 2-ഉം അവരുടെ ഫ്യൂച്ചർ സ്പൗസും ഈ വർഷം അവർ കണ്ടുമുട്ടും. ഗ്രൂപ്പ് 2-ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സും അവരുടെ ഫ്യൂച്ചർ സ്പൗസും ഈ വർഷം, ഈ 2025 അവർ ഈ ഒരു 3D റിയാലിറ്റിയിൽ കണ്ടുമുട്ടുന്നുണ്ടോ? ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടൊരു എനർജി ആയിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ്, നിങ്ങൾ ഫസ്റ്റ് മീറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. എക്സൈറ്റ്മെൻറ്റ് നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലോ അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും എന്ന് ഞാൻ കാണുന്നു. പിന്നെ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും എന്ന് കാണുന്നു. രണ്ടുപേരും വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും. പിന്നെ നിങ്ങൾ ആ ഒരു ഫസ്റ്റ് മീറ്റിൽ നിങ്ങൾക്ക് ഒരുപാട് അട്രാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അട്രാക്ഷൻ, ഓക്കെ, ആ വ്യക്തിയോട് ഒരു കണക്ഷൻ ഫീൽ ചെയ്യുക, ഒരു സ്പാർക്ക് ഫീൽ ചെയ്യുക, അതുണ്ടാകും നിങ്ങളുടെ ഈ ഒരു ഫസ്റ്റ് മീറ്റിൽ എന്ന് കാണുന്നു. ഇനി നമുക്ക് ഈ ഒരു ബന്ധം എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യുക ഈ വർഷം നോക്കാം. അപ്പോൾ ഫ്യൂച്ചർ ഗ്രൂപ്പ് 2-ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സും അവരുടെ ഫ്യൂച്ചർ സ്പൗസും ഈ ഒരു വർഷം കണ്ടുമുട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യുന്നത്, അതൊരു യൂണിയൻ, ഒരു മാരേജിലേക്ക് ഈ വർഷം തന്നെ എത്തിപ്പെടുന്നുണ്ടോ ഇല്ലയോ? ഓക്കെ, കുറച്ച് എന്തായാലും ഒരു പേഷ്യൻസ് വേണം. നിങ്ങൾ വളരെയധികം പരസ്പരം മനസ്സിലാക്കി ഒരു ബാലൻസ് തമ്മിലൊരു ഹാർമോണിയസ് ആയിട്ടുള്ളൊരു കണക്ഷൻ എന്താ പറയുക, അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു എന്താ പറയണ്ടേ, ഒരു അജണ്ട ആയിരിക്കും. ഓക്കെ, വളരെയധികം ക്ഷമയോടെ, വളരെയധികം എന്താ പറയുക, സ്വസ്ഥമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ പ്രോഗ്രസ് ചെയ്യുക. നിങ്ങളൊരു ധൃതി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് കാണുന്നു. സമയം എടുത്തിട്ട് തന്നെയാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെന്ന് കാണുകയാണെങ്കിൽ, ഒരു റിലേഷൻഷിപ്പ്, ഒരു പ്രോപ്പർ യൂണിയനിലേക്ക് കടക്കാൻ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്താൽ, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ വർക്ക് ചെയ്യാനും ഒക്കെ. ഓക്കെ, എന്നിട്ട് വളരെ സ്വസ്ഥമായി, വളരെ റിലാക്സ് ചെയ്ത് ക്ഷമയോടെയാണ് നിങ്ങൾ ഈ ഒരു കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രണ്ടുപേർക്കും ഒരു ധൃതിയൊന്നും ഇല്ല എന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, എസ്പെഷ്യലി ഒരു പാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്, പാസ്റ്റിലെ എന്തെങ്കിലും ഒരു കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, ആ പാസ്റ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യാൻ നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ രണ്ടുപേർക്കും ചിലപ്പോൾ പാസ്റ്റ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്കൊരു പാസ്റ്റ് ഉണ്ടായിരിക്കാം, മൂവ് ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത്. അത് കംപ്ലീറ്റ്ലി അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനുള്ള ശ്രമം, ആ എനർജീസ്, മനസ്സിനെ വേദനിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ലോ വൈബ്രേഷനിൽ ഇട്ടിട്ടുള്ള ഏതൊക്കെ എക്സ്പീരിയൻസസ് ആണോ കഴിഞ്ഞു പോയ കാലത്ത് ഉണ്ടായത്, അതിൽ നിന്നെല്ലാം കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഫോക്കസ് ആയിരിക്കുക. ഓക്കെ, ഈ ഒരു കണക്ഷനിലും ഒരുപാട് സ്ട്രെസ്സൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, സ്ട്രെസ്, പിന്നെ ഒരു ഹീലിംഗ് ആണ് കാണുന്നത്. അപ്പോൾ അതായത് ഇവിടെ ഒരു റിലേഷൻഷിപ്പ് പെർഫോം ചെയ്യുന്നതിന് പകരം നിങ്ങളെ രണ്ടുപേരുടെയും പ്രസൻസിൽ നിങ്ങൾ രണ്ടുപേരും ഹീലാകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, കൂടുതൽ അതുപോലെ തന്നെ നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ, നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ അവസരം ലഭിക്കുന്നതായിട്ടൊക്കെ ഞാൻ കാണുന്നു. ഡെഫിനറ്റ്ലി ഒരു കണക്ഷൻ ഒരു എന്താ പറയുക, സക്സസ്ഫുൾ യൂണിയൻ ആണ്. അതായത് അതിൽ ഒരു മാരേജ് എന്നുള്ള എനർജി എനിക്ക് കിട്ടുന്നില്ല, പക്ഷെ ആ ഒരു അട്രാക്ഷൻ, ഒരു പാഷൻ, അതൊക്കെ അതിലുണ്ടാവും. വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു കണക്ഷൻ ആയിരിക്കും എന്ന് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് യൂണിയൻ്റെ കാര്യം പറഞ്ഞ് നമ്മൾ സംശയം പ്രകടിപ്പിച്ചപ്പോഴാണ് നമുക്ക് 10 of Cups കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും അതിനായിട്ട് തയ്യാറാകുന്നുണ്ട്, നിങ്ങൾ അതിനായിട്ട് ഡെഫിനറ്റ്ലി തയ്യാറാകുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനോ ലാസ്റ്റ് മിനിറ്റിലൊരു ഒരു സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതായത് ഇതിന് ഞാൻ തയ്യാറാണോ, ഈ ഫാമിലി ലൈഫ് കമ്മിറ്റ്മെൻറ്റ്, അതായത് ഇതൊരു ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് ആണെന്ന് പരസ്പരം നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം, നിങ്ങൾ ചിലപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ സ്പൗസിന് ഒരു സംശയമോ ഒരു പേടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ,
അപ്പോൾ ഇതെന്താണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ കുറച്ച് സമയം എടുക്കുന്നുണ്ട്, കുറച്ച് ഒരു എന്താ പറയുക സ്ലോ മൂവിങ് ആണ്, വളരെ സ്ലോ മൂവിങ് ആണ്. അങ്ങനത്തെ ഒരു എനർജിയാണ് കിട്ടുന്നത്. ഒരു വെയിറ്റിംഗ് പീരീഡൊക്കെ കാണുന്നുണ്ട്, ഓക്കെ, ഹീലിംഗ് പീരീഡൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിഗർ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളിൽ അവശേഷിക്കുന്ന ആ ഹീലിംഗ് എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ പരസ്പരം ഒന്ന് ട്രിഗർ ചെയ്യാനൊക്കെ ഒരു സാധ്യത കാണുന്നു. അങ്ങനെ അതിൽ നിന്നെല്ലാം നിങ്ങൾ പിന്നെ മൂവ് ഓൺ ചെയ്യാണ്. നിങ്ങൾ അങ്ങനെ കൂടുതൽ സെൽഫ് ലവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ രണ്ടുപേരും, ഓക്കെ. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ്, അതായത് ഡയറക്റ്റ്ലി ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഒന്നും ഞാൻ നിങ്ങളുടെ ഇടയിൽ കാണുന്നില്ല. ഒരു അക്വൈൻറ്റൻസ് എനർജിയാണ് കാണുന്നത്, ഓക്കെ. പക്ഷെ ആ ഒരു അക്വൈൻറ്റൻസ് എനർജിയിൽ തന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിഗർ ചെയ്യാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങൾ ഹീൽ ചെയ്യാതെ പോയ കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയിച്ച് തരികയാണ്, ഓക്കെ. നിങ്ങളുടെ പാർട്ട്ണർ അത് നിങ്ങൾ അങ്ങോട്ട് ചെയ്യുന്നു, അവർ ഇങ്ങോട്ടും ചെയ്യുന്നു. അവർ പോലും അറിഞ്ഞിട്ടല്ല, പക്ഷെ അത് അങ്ങനെ അവർ തിരിച്ചറിയിച്ച് തരികയാണ്. അതുവഴി അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാണ് അതിൽ വർക്ക് ചെയ്യാനും അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനും. അതുപോലെ തന്നെ സെൽഫ് ലവിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നിങ്ങൾ തിരിച്ചറിയാണ് ഈ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടതിന് ശേഷം. അങ്ങനെ അതൊക്കെ ചെയ്ത് നിങ്ങളുടെ ഇടയിൽ ശരിയാണ്, ആ സ്പാർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. പക്ഷെ അവിടെ ഒരു പ്രോപ്പർ കണക്ഷനിലേക്ക് എത്തിപ്പെടുന്നത് വളരെ ഒരു സമയമെടുത്തിട്ടാണ് കേട്ടോ, പെട്ടെന്നൊന്നും എന്ന് പറയണില്ല. നിങ്ങൾക്ക് എന്തായാലും ആ ഒരു കൺഫർമേഷൻ, ഓക്കെ, നിങ്ങൾ ആ ഒരു മെൻ്റലി നിങ്ങളത് തീരുമാനിക്കുന്നുണ്ട്, ഈ വ്യക്തിയാണ് എൻ്റെ ലൈഫ് പാർട്ട്ണർ എന്നുള്ളത് ഈ വർഷം നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. പക്ഷെ അതൊരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു മാരേജായിട്ട് നടക്കുന്നില്ല. പക്ഷെ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആ ഒരു ബ്രേക്ക് ത്രൂ ലഭിക്കുന്നുണ്ട് ഈ ഒരു വർഷത്തിൽ തന്നെ. ഇതാണ് എൻ്റെ ഡെസ്റ്റിൻഡ് പാർട്ട്ണർ, ഇതാണ് ഞാൻ കാത്തിരുന്ന എൻ്റെ ഫ്യൂച്ചർ സ്പൗസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. ഒരു തെറ്റിദ്ധാരണയുടെ ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്, ഓക്കെ. ഒരു തെറ്റിദ്ധാരണ സംഭവിക്കുന്നതായിട്ട് കാണുന്നു. മിസ്കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, മിസ്അണ്ടർസ്റ്റാൻഡിങ് അത് സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അതിൽ രണ്ടുപേരും ഒരുമിച്ച് എഫേർട്ട് എടുത്തിട്ടാണ് ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് മിസ്കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ചെയ്യുന്നത്. അത് ക്ലിയർ ചെയ്യുന്നതോടു കൂടിയാണ് നിങ്ങൾക്ക് അവിടെ കൺഫർമേഷൻ കിട്ടുന്നത്, നിങ്ങൾക്ക് ആ ഒരു അവോയ്ക്കണിങ് ഉണ്ടാകുന്നത്, ആ റിയലൈസേഷൻ ഉണ്ടാകുന്നത് ഈ വ്യക്തിയാണ് എൻ്റെ ഡെസ്റ്റിൻഡ് പാർട്ട്ണർ എന്നുള്ളത്, ഓക്കെ. നിങ്ങൾക്കും അവർക്കും മനസ്സിലായല്ലോ. പരസ്പരം നിങ്ങൾ തിരിച്ചറിയാണ് നിങ്ങളാണ് ഈ ജന്മം ഒരുമിച്ച് ജീവിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഒരു ടെസ്റ്റായിട്ട് കണക്കാക്കൂ. അങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ ഒരുപാട് ചിന്തിച്ച് കൂട്ടി എന്താ പറയുക അങ്ങനെ ഏതുകൊണ്ടാവും ഇങ്ങനെ ഏതുകൊണ്ടാവും എന്നൊക്കെ പറയുന്നതിന് പകരം വളരെ മെച്യൂറായിട്ട് നിങ്ങൾ പരസ്പരം വളരെ റെസ്പെക്റ്റ്ഫുള്ളി അതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം തീരുന്നതാണ്, ഓക്കെ. അങ്ങനെയാണ് നമുക്കിവിടെ കാണാനുള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ ഒരു തീരുമാനത്തിലെത്തുന്നുണ്ട്, പരസ്പരം ഒരു തീരുമാനത്തിലെത്തുന്നുണ്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാം എന്നുള്ളത് ഈ ഒരു വർഷം. പക്ഷേ ആ ഒരു മാരേജ് നടക്കുന്നത് ചിലപ്പോൾ നെക്സ്റ്റ് ഇയർ ഒക്കെ ആയിട്ടായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള മെസ്സേജസ്. ഇനി നമ്മൾ ക്യാപ്സ്യൂൾ ക്ലൂസ് നോക്കുകയാണ്. അപ്പോൾ ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ്, അപ്പോൾ അവരുടെ ഫ്യൂച്ചർ സ്പൗസുമായി ബന്ധപ്പെട്ട റീഡിംഗ് ആണ് ചെയ്തത്. അപ്പോൾ അവരുടെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ചും പിന്നെ ഫ്യൂച്ചർ സ്പൗസുമായിട്ടുള്ള അവരുടെ ഈ കണക്ഷനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ക്യാപ്സ്യൂൾ ക്ലൂസ് മാക്സിമം ക്ലൂസ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഞാനിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, നമുക്ക് സൺഡേ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് സൺഡേ ഒരു ഇമ്പോർട്ടൻറ്റ് ഡേ ആണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ. പിന്നെ അതിൻ്റെ ഫ്യൂച്ചർ സ്പൗസുമായി ബന്ധപ്പെട്ട് സൺഡേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിൻ്റർ സീസൺ ആണ് പിന്നെ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇനീഷ്യൽസ് കിട്ടിയിട്ടുണ്ട് IK, അതുപോലെ തന്നെ X. അത് ഇനീഷ്യൽസ് മാത്രമല്ല, ഈ ലെറ്റേഴ്സ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ഫസ്റ്റ് നെയിമിലും ഉണ്ടായിരിക്കും. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള ഡേറ്റുകൾ 5, 6, 28. ഈ 3 തീയതികളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അവരുടെ ജനന തീയതിയൊക്കെ ഇതിലുണ്ടായിരിക്കാം, അതൊരു എക്സ്ട്രാ കൺഫർമേഷനാണ്. പിന്നെ നമുക്ക് 2 മാസങ്ങൾ കിട്ടിയിട്ടുണ്ട്, സെപ്റ്റംബർ, നവംബർ. ഇതിലേതെങ്കിലും അവരുടെ ജന്മമാസമായിരിക്കാം. പിന്നെ ഈ ഒരു മാസങ്ങൾ, ഈ ഒരു വിൻ്റർ സീസൺ, ഇതെല്ലാം നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്, ഈ ഡേറ്റുകളും ഒക്കെ, ഓക്കെ. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 2. നിങ്ങൾക്ക് ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ ഈ റീഡിംഗ് എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങൾ റീഡിംഗ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പിന്നെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നതാണ് കൂടുതൽ സൗകര്യം, കാരണം
നമുക്ക് പെട്ടെന്നാണ് ബുക്കിംഗ് പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഇനി അത് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ അയക്കാം, ഇഷ്യൂസ് ഇല്ല. വാട്സപ്പിൽ നമ്മൾ മെസ്സേജസ് മാത്രമേ സ്വീകരിക്കുള്ളൂ, കോൾസ് സ്വീകരിക്കില്ല കേട്ടോ, അതും പറയുന്നു. പിന്നെ സോറി, അത് അമ്മ ടി വി വെച്ചതാണ്, അത് വളരെ ശബ്ദത്തിൽ വന്നു, അത് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, വാർത്തയാണ്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മളെന്താ പറഞ്ഞു വന്നത്? അപ്പോൾ നിങ്ങൾക്ക് റീഡിംഗ് ബുക്ക് ചെയ്യണമെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി ഡിസ്ക്രിപ്ഷനിൽ നോക്കിയെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോയാൽ ആദ്യം കിടക്കുന്ന കമൻറ്റിൽ ടൈം സ്റ്റാമ്പ്സും ഉണ്ട്, അതുപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ എന്താണ് പറയാനുള്ളത്? മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും ഞാൻ നേരെയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3. അപ്പോൾ നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ചാം ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു പൂവാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഡിവൈൻ യൂണിയൻ. ഓക്കെ, അതിനെ സംബന്ധിച്ച റീഡിംഗ് ആണ്. നിങ്ങളുടെ എനർജി, നിങ്ങളുടെയും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെയും എനർജി ചെക്ക് ഇൻ. നിങ്ങൾ രണ്ടുപേര് കണ്ടുമുട്ടുമോ, റിലേഷൻഷിപ്പ് എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യുക, ഈ വക കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നോക്കുന്നത് ഗ്രൂപ്പ് 3. ഗ്രൂപ്പ് 3യിൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്, അവരുടെ ഡിവൈൻ യൂണിയൻ, അവരുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ടുള്ള യൂണിയനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഇവരുടെ ഈ ഒരു വർഷത്തെ എനർജി എങ്ങനെയായിരിക്കും? നിങ്ങൾ വളരെ ഒരു ഹാർഡ് വർക്കിംഗ് ഇതിലായിരിക്കും, നിങ്ങൾ വളരെ പേഷ്യൻ്റ് ആയിരിക്കുന്നതാണ്. അതായത് ചിലപ്പോൾ നിങ്ങൾ ഇതിലങ്ങനെ അത്രയും ഫോക്കസ്ഡ് ആയിരിക്കില്ല, നടക്കുമ്പോൾ നടക്കട്ടെ എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ആയിരിക്കും നിങ്ങൾക്ക് എന്നാണ് എനിക്ക് ആദ്യമേ കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾ കൂടുതലും എന്താ പറയുക, നിങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളൊരു പാസ്റ്റിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ പാസ്റ്റിലത്തെ ഗുഡ് മെമ്മറീസിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇത്രയും എപ്പോഴും വിഷമം ഉണ്ടാക്കുന്ന മെമ്മറീസിൽ ഫോക്കസ് ചെയ്യുന്ന ടെൻഡൻസി ആണല്ലോ, അത് മാറ്റി ഗുഡ് മെമ്മറീസിൽ ഫോക്കസ് ചെയ്യാനും, പിന്നെ എപ്പോഴും എന്താ പറയുക, ഒരു കാര്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് അതിനേക്കാൾ നല്ലതാണ് വരാനിരിക്കുന്നത്, അങ്ങനെ ആ ഒരു ചിന്താ രീതിയിലൊക്കെ അങ്ങനത്തെ ഒരു മാറ്റം വരുത്താൻ, അങ്ങനത്തെ ഒരു ഷിഫ്റ്റ് വരുത്താനായിട്ട് നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്ക് നിങ്ങളിൽ കാണാനായിട്ടുള്ളത്. ലൈഫിൽ നിങ്ങൾ റുട്ടീൻ കൊണ്ടുവരുന്നു. ഓക്കെ, നിങ്ങൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു വർഷം എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒക്കെ നേടി, എന്താ പറയുക, ലൈഫ് കുറച്ചൊന്നൊരു സുഖമാണ്, റിലാക്സ്ഡ് ആണ്. ശരിയാണ്, നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാക്കി നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് കണ്ടുമുട്ടിയോ ഇല്ലയോ, കണ്ടുമുട്ടുവോ, അങ്ങനത്തെ ഒക്കെ ഒരു ചെറിയൊരു തോട്ടൊക്കെ ഉണ്ടാകാം. പക്ഷേ നിങ്ങൾ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത്, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കുറച്ച് ഒക്കിപ്പാടായിരിക്കും എന്ന് കാണുന്നു, അതൊക്കെ ഫോക്കസ് ചെയ്ത് അതിലൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസൊക്കെ നിങ്ങൾ തേടി വരുന്നൊരു വർഷമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിലൊക്കെ അങ്ങനെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ജീവിക്കുന്ന ഒരു ഇയറാണ് 2025. അപ്പം എനിക്ക് കിട്ടുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഡെഫിനറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പിൽ, പക്ഷെ നിങ്ങൾ അതിലെല്ലാം ഫുള്ളി ഫോക്കസ്ഡ് ആയിരിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ അപ്ഗ്രേഡ് ചെയ്യുന്നതിലായിരിക്കും ഫുള്ളി ഫോക്കസ്ഡ് ആയിരിക്കുക. പിന്നെ നിങ്ങൾക്കൊരു എന്താ പറയണ്ടേ, ഒരു റീബർത്ത്, റിന്യൂവൽ നടക്കുന്ന ട്രാൻസ്ഫോർമേഷൻ, നിങ്ങളൊരു ഡിവൈൻ മാസ്കുലിൻ എനർജിയിലേക്കാണ് ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ കരിയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കരിയറിൽ മാത്രമല്ല ജീവിതത്തിൽ തന്നെ കുറേ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ ഒരു 2025. അപ്പോൾ മാറ്റങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിലായിരിക്കും കൂടുതൽ ഫോക്കസ്. പിന്നെ നിങ്ങൾക്കും ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു, നിങ്ങൾക്ക് ചുറ്റും ട്രാൻസ്ഫോർമേഷൻ, നിങ്ങളുടെ 3D റിയാലിറ്റിയിലും നിങ്ങളുടെ ഇന്നർ വേൾഡിലും ഒക്കെ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഷമാണ്. മാറ്റങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അതിലായിരിക്കും ഫുള്ളി ഫോക്കസ്ഡ് എന്ന് കാണുന്നു. നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയണ്ടേ, ഡിവൈൻ മസ്കുലിൻ എനർജിയിൽ, അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് വേണ്ട ആക്ഷൻസൊക്കെ എടുത്ത് വളരെ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വർഷം. ലൈഫിൽ ആ ഒരു എന്താ പറയുക, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ നേടി, ലൈഫിൽ നിന്ന് നല്ലൊരു റുട്ടീനൊക്കെ ഫോളോ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അത് ഫോളോ ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട്, ഓക്കെ, വളരെ എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വർഷം. യെസ്, നിങ്ങൾക്ക് വേണം ഈ ഒരു എന്താ പറയുക വ്യക്തിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലൊക്കെ വേണമെങ്കിലും നിങ്ങൾ അതിനായിട്ട് ഒരുപാടൊന്നും ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല, അല്ലെങ്കിൽ അതിലിങ്ങനെ ഫോക്കസ് ചെയ്ത് ഡെസ്പറേറ്റ് ആകുന്നതൊന്നും ഞാൻ കാണുന്നില്ല. നിങ്ങൾക്ക് സ്റ്റാഗ്നൻസി, നിങ്ങളുടെ ലൈഫിൽ അതുവരെ സ്റ്റാഗ്നൻസി അനുഭവിച്ചിട്ടുള്ള
ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ സ്റ്റാഗ്നൻസി അനുഭവിച്ച് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുകയാണ് മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ളതിൽ. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞു പോയ ബന്ധങ്ങൾ, കഴിഞ്ഞു പോയ റിലേഷൻഷിപ്സ് അത് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ അതിലത്തെ നല്ല മെമ്മറീസിനെ മാത്രം ചെറിഷ് ചെയ്ത് അതിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്യാണ്. പിന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള അനുഭവങ്ങൾ, നഷ്ടപ്പെട്ടിട്ടുള്ള ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ്, അതിപ്പോൾ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആവട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിച്ചു പോയത്, പിന്നെ പ്രത്യേകിച്ച് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു വ്യക്തി അങ്ങനെ ആരെങ്കിലുമൊക്കെ മുന്നുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും ഒരു സക്സസ്ഫുൾ കണക്ഷൻ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ജന്മത്തെ അതാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ തോട്ട് പ്രോസസ്സിൽ നിങ്ങൾ ഷിഫ്റ്റ് കൊണ്ടുവരികയാണ്. നിങ്ങളത് ഇപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാഞ്ഞത് എനിക്ക് അതിനേക്കാളും നല്ലൊരു വ്യക്തിയാണ് യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുള്ളത്. അങ്ങനെ ഓക്കെ, അപ്പം നിങ്ങൾ അങ്ങനെ ഒരു വളരെ മെച്ചുവറായിട്ട് റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ നിങ്ങൾ വളരെ മെച്ചുവറായി ചിന്തിക്കുകയും വളരെ മെച്ചുവറായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി പ്രയോറിറ്റൈസ് ചെയ്ത് ആ ഒരു കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ അനാവശ്യമായ ഇമാജിനേഷൻസിനൊന്നും പ്രോത്സാഹിപ്പിക്കാതെ കൃത്യമായി റിയലിസ്റ്റിക് ആയിട്ട് നിന്ന്, കാരണം നിങ്ങൾ ആ ഒരു എംപറർ എനർജിയിലാണല്ലോ. എംപറർ എനർജി ആകുമ്പോൾ കൂടുതൽ ഒരു റിയലിസ്റ്റിക് എനർജിയാണ്. ആ റിയലിസ്റ്റിക് എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് വേണം, എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ഒരു പാർട്ട്ണർഷിപ്പിൽ നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, എങ്ങനത്തെ ഒരു പങ്കാളിയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു വർഷം നിങ്ങൾ റിലേഷൻഷിപ്പിൽ എന്താണ് നിങ്ങൾ പ്രധാനമായി നോക്കുന്നത് അതൊക്കെ പ്രയോറിറ്റൈസ് ചെയ്ത് അതിലൊരു കോംപ്രമൈസ് ഒന്നും വരുത്താതെ മുന്നോട്ട് പോകുന്ന ഒരു വർഷം. ഓക്കെ, ആ ഒരു റിലേഷൻഷിപ്പിനായിട്ട് നിങ്ങളൊരു സോളിഡ് ഫൗണ്ടേഷൻ നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വർഷം, അതിന് നിങ്ങൾ തയ്യാറെടുക്കുന്ന ഒരു വർഷം. ഒരുപാട് പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ്സ് ഒക്കെ സംഭവിക്കുന്നുണ്ട് റിലേഷൻഷിപ്പിനെ കുറിച്ച്, പ്രത്യേകിച്ച് മാരേജ്, കമ്മിറ്റ്മെൻറ്റ്, ലവ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണം. ആ ചേഞ്ചിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നു, ആ പെർസ്പെക്റ്റീവ് ഷിഫ്റ്റിനൊക്കെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാണ്. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന വർഷം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് വളർച്ച ഉണ്ടാകുന്നത്, നിങ്ങൾ ആസ് എ പേഴ്സൺ നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ്സിലൊക്കെ ഡ്രാസ്റ്റിക് ആയിട്ടൊരു ചേഞ്ച് ഉണ്ടാകുന്ന ഒരു വർഷമാണ്. പിന്നെ നിങ്ങൾക്ക് എവിടേക്കാണോ ലാക്ക് ഓഫ് ക്ലാരിറ്റി ഉണ്ടായിരുന്നത്, പ്രത്യേകിച്ച് നിങ്ങളുടെ പാർട്ട്ണറിനെ സംബന്ധിച്ച് എന്തൊക്കെ ലാക്ക് ഓഫ് ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടോ, ഏതെങ്കിലും ഒരു എന്താ പറയുക, അപ്പോൾ അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെക്കുറിച്ച് ഒന്ന് വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് പറ്റാത്തൊരവസ്ഥ അങ്ങനെയായിരുന്നു വെച്ചാൽ അതൊക്കെ മാറി നിങ്ങൾ എങ്ങനെയാണ് അത് വിഷ്വലൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായ ഒരു ധാരണയൊക്കെ ലഭിച്ച് നിങ്ങൾ ആ ഒരു എന്താ പറയേണ്ടത്, അതൊരു അഡ്വഞ്ചറായിട്ട് നിങ്ങൾ കണക്കാക്കി നിങ്ങളതിനെ അതുമായി മുന്നോട്ട് പോകുന്ന ആ ഒരു റിലേഷൻഷിപ്പിനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുന്ന വർഷം. നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടുകയാണ് എങ്ങനത്തെ ആളാണ് വേണ്ടത്, ഏത് ടൈപ്പ് ഓഫ് കണക്ഷനാണ് വേണ്ടത്. ആ ഒരു ക്ലാരിറ്റി കിട്ടി വളരെ ധൈര്യത്തോടെ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് ബൗണ്ടറീസ് ഒക്കെ വെച്ച് നിങ്ങൾ കൃത്യമായിട്ട് യൂണിവേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും ക്ലിയർ കട്ട് കമ്മ്യൂണിക്കേഷനാണ്. നിങ്ങൾക്ക് എങ്ങനത്തെ പാർട്ട്ണറെ വേണം, എങ്ങനത്തെ റിലേഷൻഷിപ്പാണ് ആഗ്രഹിക്കുന്നത്, എന്താ പറയേണ്ടത്, എന്തായിരിക്കണം ക്വാളിറ്റീസ്, ഇതൊക്കെ നിങ്ങൾ കൃത്യമായി യൂണിവേഴ്സിൽ അറിയിച്ച് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു വർഷം. ഒരു കൺഫ്യൂഷൻസോ ഇല്ലാതെ അല്ലെങ്കിൽ റോസ് കളേർഡ് ഗ്ലാസസിലൂടെ നോക്കിക്കാണാതെ നിങ്ങൾ വളരെ എന്താ പറയണ്ടേ, റെഡ് ഫ്ലാഗ്സ് ഗ്രീൻ ഫ്ലാഗ്സ് ഒക്കെ തിരിച്ചറിഞ്ഞ് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ പ്രയോറിറ്റൈസ് ചെയ്ത് നിങ്ങളെ ഒരു ഇമ്മച്വർ ആയിട്ടല്ല വളരെ മെച്വറായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിനെ നോക്കിക്കാണുകയും ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ടുള്ള യൂണിയനെ നോക്കിക്കാണുകയും അതിനായിട്ട് വളരെ സീരിയസ് ആയി വളരെ കമ്മിറ്റഡ് ആയിട്ട് വളരെ എന്താ പറയുക നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായത് നിങ്ങൾ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു എന്താ ഡെസ്പറേറ്റ് ആവണമെന്നില്ല, പക്ഷെ നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങൾക്ക് എന്ത് വേണം, ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ത് വേണം, നിങ്ങൾ എങ്ങനത്തെ വ്യക്തിനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്തൊക്കെ ക്വാളിറ്റീസ് അവർക്ക് ഉണ്ടായിരിക്കണം, ഇതെല്ലാം നിങ്ങൾക്ക് നല്ല വ്യക്തതയുണ്ട്. വ്യക്തത ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ കുറച്ച് എളുപ്പമാണ് അല്ലേ. അപ്പോൾ ആ ഒരു വ്യക്തത വരുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ എളുപ്പമാണ്, നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നു. പക്ഷേ നിങ്ങളുടെ കൂടുതൽ സമയം നിങ്ങൾ മറ്റു കാര്യങ്ങളിലാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് മാറ്റങ്ങൾ വരുമ്പോൾ ആ മാറ്റങ്ങളിലൊക്കെ നിങ്ങൾ ഫോക്കസ്ഡ് ആവുന്നുണ്ട്. എന്നാൽ അതേപോലെ തന്നെ ഈ ഒരു കാര്യവും നിങ്ങളുടെ മനസ്സിലുണ്ട്. ഇത് പക്ഷേ എന്താ പറയുക, ഇത് മാത്രം എന്നുള്ള രീതിയിലല്ല നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ബന്ധം മാത്രം എന്നുള്ള രീതിയിലല്ല നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും വേണ്ട പ്രയോറിറ്റി നൽകി ആണ് മുന്നോട്ട് പോകുന്നത്. ഇനി ഗ്രൂപ്പ് 3യുടെ ഫ്യൂച്ചർ സ്പൗസ്, അവരുടെ എനർജി ഈ വർഷം എങ്ങനെയായിരിക്കും, ഈ പ്രത്യേകിച്ച് ഈ ഒരു ഡിവൈൻ യൂണിയൻ, അവരുടെ ലൈഫ് പാർട്ട്ണറുമായിട്ടുള്ള ഡിവൈൻ യൂണിയൻ, ആ റിലേഷൻഷിപ്പിൻ്റെ ബേസ് ചെയ്തിട്ട് ഗ്രൂപ്പ് 3യുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ എനർജി ഈ വർഷം എങ്ങനെയായിരിക്കും. ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ ആകാനായിട്ട് അവർ വർക്ക് ചെയ്യുന്ന ഒരു വർഷം. അവരൊരുപാട് അതിനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊരുപാട് ഡെഡിക്കേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് അതിനായിട്ട് വർക്ക് ചെയ്യാണ്. അവർക്ക് ഒരുപാട് ടവർ മൊമെൻറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. ഒരു ഷിഫ്റ്റൊക്കെ സംഭവിക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ. അവർ ആ കോഡിപ്പെൻഡൻസി ഇഷ്യൂസൊക്കെ തിരിച്ചറിയുന്ന ഒരു വർഷമാണ്. അവർക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ട്, അതാണ് അവർ വർക്ക് ചെയ്യുന്നത്. കോഡിപ്പെൻഡൻസി ഇഷ്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനെ അവോയ്ഡ് ചെയ്യാതെ അത് റിലേഷൻഷിപ്പിലൊരു പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കി
ആ ഒരു സക്സസ്ഫുൾ കണക്ഷനായിട്ട് അവരെന്ത് ചെയ്യുകയാണ്, അവരതിനെ മുന്നോട്ട് വരുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു ബന്ധം ഉണ്ടായിരുന്നു, അവർക്ക് വളരെ ടോക്സിക് ആയിട്ടൊരു കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നും അവർ ഫ്രീ ആകുന്നൊരു വർഷമാണ്. അതിൽ നിന്ന് ഫ്രീ ആകുന്നതോടുകൂടെ തന്നെ അവർ ഈ ഒരു അവരെ ഡെസ്റ്റിൻ പാർട്ട്ണറിലേക്ക് മാത്രം അവർ ഫോക്കസ് ചെയ്യുന്ന ഒരു വർഷം. ഓക്കെ, വളരെയധികം നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിനെ ബേസ് ചെയ്ത് കിട്ടിയ സ്ഥലത്ത് കിങ് ഓഫ് പെൻഡക്കിൾസ് ഉണ്ടായിരുന്നു, ഇവിടെയും കിങ് ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട് കേട്ടോ. അതൊരു കൺഫർമേഷനാണ്, എക്സ്ട്രാ കൺഫർമേഷനാണ്. അവരുടെ ലൈഫിനെ കൂടുതൽ ഓർഗനൈസ്ഡ് ആക്കുന്നു, ഒരു റുട്ടീനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു, പിന്നെ അവരെ ഹെൽത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നു, പിന്നെ അങ്ങനെ വളരെ പ്രാക്ടിക്കൽ സ്റ്റെപ്സ് എടുത്ത് അവരുടെ ലൈഫിനെ അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു വർഷമാണ് ഈ വർഷം. അവർ കംപ്ലീറ്റ്ലി റെഡി ആകാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ട്. അവരതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ടോക്സിക് ട്രൈറ്റ്സ് ഒക്കെ തിരിച്ചറിയാണ്. ഓക്കെ, അവർക്ക് അങ്ങനെ ഒരു കോ ഡിപ്പെൻഡൻസി ഇഷ്യൂ എന്നൊക്കെ അവർ തിരിച്ചറിയുന്ന ഒരു വർഷമാണ്. അപ്പോൾ അവരതിൽ വർക്ക് ചെയ്യണം. ഇത് പാടില്ല, ഇത് റിലേഷൻഷിപ്പിന് നല്ലതായിരിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ മുന്നോട്ട് പോകുന്ന ഒരു വർഷം. പിന്നെ പാർട്ട്നേഴ്സ്, ആ ഒരു എന്താ പറയുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ, അതായത് പ്രത്യേകിച്ച് അവരെ അംഗീകരിക്കുന്ന, അവരായി മനസ്സിലാക്കുന്ന, റെസ്പെക്റ്റ് ചെയ്യുന്ന ഫ്രണ്ട്ഷിപ്സ്, അതിനാണ് അവർ ഈ വർഷം പ്രയോറിറ്റി കൊടുക്കുന്നത്. എന്താ പറയുക, ചില ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവർക്ക് നമ്മൾ ഒരു പ്രത്യേക രീതിയിലായാലേ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനത്തെ ആളുകളെയൊന്നും ഇവർ പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവർക്ക് ആരൊക്കെയാണ് ഫ്രണ്ട്സ്, ആരൊക്കെയാണ് കൂടെ നിർത്തേണ്ടത്, ആരൊക്കെയായിട്ടാണ് അകലം പാലിക്കേണ്ടത്, അതൊക്കെ അവർ തീരുമാനിക്കുന്നത്. പ്രത്യേകിച്ച് അവരുടെ സൗഹൃദങ്ങളിൽ അവരെ തീരുമാനിക്കുന്ന ഒരു വർഷമാണ് 2025 എന്ന് പറയുന്നത്. പിന്നെ അവർ കൂടുതൽ അവരിൽ ഫോക്കസ് ചെയ്യുന്ന, ആ ഒരു സെൽഫ് ലവ് ഒക്കെ നൽകി കൂടുതൽ അവരിൽ തന്നെ ഫോക്കസ് ചെയ്ത് പ്രയോറിറ്റൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വർഷം. ഇതൊക്കെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടുന്ന കാര്യങ്ങളാണ്, ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതാണ് അവർ ചെയ്യുന്നതും. ഓക്കെ, അവരുടെ സോൾ ട്രൈബ് മെമ്പേഴ്സിനൊക്കെ അവർ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോൾ ആ കണ്ടുമുട്ടുന്ന സോൾ ട്രൈബ് മെമ്പേഴ്സിനൊക്കെ ആയിട്ട് ആ ഒരു എന്താ പറയണ്ടേ, ആ ഒരു നല്ല റിലേഷൻഷിപ്പൊക്കെ ഫോം ചെയ്ത് അങ്ങനെ പോകുന്ന അവർക്കൊരു എന്താ പറയുക, എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസോ വിഷമങ്ങളോ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സോ അതുപോലെ തന്നെ ആത്മവിശ്വാസക്കുറവ്, ധൈര്യക്കുറവ്, ഒരു റിലേഷൻഷിപ്പിലാകാനായിട്ടുള്ള ധൈര്യക്കുറവ് അതൊക്കെ അവർക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ അതൊക്കെ വർക്ക് ചെയ്ത്, ഓക്കെ, അതിലെങ്ങനെയൊക്കെയാണോ വർക്ക് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്ത് അവരതിനുള്ള എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ ചെയ്യണമെന്ന് കണ്ടെത്തി അവർ കൃത്യമായി വർക്ക് ചെയ്ത് അവരെ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് അവരെ തന്നെ ഫ്രീ ആക്കാൻ, സ്വതന്ത്രരാക്കാൻ വേണ്ടിയിട്ട് അവർ ഈ ഒരു വർഷം കംപ്ലീറ്റ്ലി അതിൽ തന്നെ ഡെഡിക്കേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന വർഷം. അപ്പോൾ അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഈ റിലേഷൻഷിപ്പിലാണ്. കാരണം അവർക്ക് ഇനി അവരുടെ ലൈഫിലേക്ക് വേണ്ടത് അവരുടെ ലൈഫ് പാർട്ട്ണറെ മാത്രമാണ്, വേറെ ആരുമല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അവർ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ എനർജി അങ്ങനെയല്ല, നിങ്ങൾ അതിൽ കംപ്ലീറ്റ്ലി അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടല്ല പോണേ. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ 100 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഇറ്റ്സ് എ പ്രയോറിറ്റി. പക്ഷേ അത് മാത്രമല്ല, ഓക്കെ, അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങൾക്ക്. നിങ്ങൾ കുറച്ചുകൂടെ സ്റ്റേബിളായിട്ട് കാണുന്നു. ഇവരിലെ വർക്ക് ചെയ്യണം. കാരണം ഇവരിലെ കുറച്ച് കാര്യങ്ങൾ, ഇവരിലെ മാറ്റേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇവർ തിരിച്ചറിയാണ്. ആ തിരിച്ചറിവിലൂടെ അവർ വർക്ക് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 3യുടെ ഫ്യൂച്ചർ സ്പൗസിനെ ഈ വർഷം അവർ കണ്ടുമുട്ടും. ഈ 2025 ഈ ഫിസിക്കൽ റിയാലിറ്റിയിൽ ഗ്രൂപ്പ് 3യിൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ് അവർ ഈ ജന്മം വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു ജീവിത പങ്കാളികളെ കണ്ടുമുട്ടുമോ ഇല്ലയോ? കണ്ടുമുട്ടും എന്നാണ് കാണുന്നത് കേട്ടോ. ഓക്കെ, യെസ്, കണ്ടുമുട്ടുന്നാണ് കാണുന്നത്. ഒരു പുതിയ തുടക്കം, പുതിയ എനർജിയാണ്, ഫ്രഷ് എനർജിയാണ് കേട്ടോ, ഒരു സംശയമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് മുന്നേ അറിയുന്ന ആളോ അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ അവരെ കണ്ടുമുട്ടുന്ന വർഷം ഇതാണ്. ഓക്കെ, ഈ ഒരു വർഷം. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സൊക്കെ അവരുടെ ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടുമുട്ടാനേ പോകുന്നുള്ളൂ. ഓക്കെ, ഈ ഒരു വർഷം ഇനി കണ്ടുമുട്ടുന്നുള്ളൂ, മുന്നേ കണ്ടുമുട്ടിയിട്ടില്ല എന്നുള്ളൊരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. പിന്നെന്താണ്, യെസ്, ഒരു ന്യൂ ബിഗിനിങ് ഡെഫിനറ്റ്ലി കണ്ടുമുട്ടുന്നുണ്ട്, ഒരു ന്യൂ ബിഗിനിങ് ആണെന്ന് കാണുന്നു. ഇനി അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ഒരു ഇവർ ഫിസിക്കൽ റിയാലിറ്റിയിൽ കണ്ടുമുട്ടുന്നുണ്ട്, ഇവരുടെ ഇടയിൽ എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പ് പ്രോഗ്രസ് ആകുന്നുണ്ടോ, ഇവരൊരു കണക്ഷൻ ഫോം ചെയ്യുന്നുണ്ടോ, എന്താണ് സംഭവിക്കുക ഇവരുടെ ഇടയിൽ, അതൊരു മാരേജിലേക്ക് എത്തുന്നുണ്ടോ, ഡെത്താണ് വീണ്ടും കിട്ടുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇതിൽ എനിക്ക് തോന്നുന്നു ഇവിടെ മാത്രമേ ഞാൻ സെക്കൻഡ് ചാൻസ് എന്നൊരു വാക്ക് കേട്ടു. അപ്പോൾ ഇത് 2 വട്ടം വന്ന കാര്യം ഞാൻ എടുത്ത് പറയുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്നൊരു വ്യക്തിയായിരിക്കാം. ഓക്കെ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ആണ്, പക്ഷെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട് മുന്നേ, റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ല. ഓക്കെ, അതാണ് അവിടുത്തെ പ്രത്യേകത. റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ല, നിങ്ങളറിയാം, നിങ്ങൾക്ക് പരിചയമുണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ആ ഒരു ഫ്രണ്ട്ലി എനർജി ആയിരിക്കും നിങ്ങളുടെ ഇടയിൽ. പക്ഷെ അതൊരു റിലേഷൻഷിപ്പായിട്ട് സക്സസ്ഫുള്ളി ഫോം ചെയ്തില്ല ആദ്യം കണ്ടുമുട്ടിയപ്പോൾ. ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഒരു സെപ്പറേഷനാണ്.
യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ചാൻസ് തരാണ് ഈ വർഷം വീണ്ടും. അപ്പം നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടുന്നുണ്ട് ഈ ഒരു വർഷം എന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ആ ഒരു അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു ഹെസിറ്റൻസ് ഉണ്ട്, ഒരു കോംപ്ലിക്കേഷൻ, ഒരു ചാലഞ്ചൊക്കെ ഉണ്ട്. കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും സംബന്ധിച്ച് നിങ്ങൾ രണ്ടുപേരും ഒരു ഫാസ്റ്റ് എനർജിയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഞാൻ ഹസ്ബൻഡ് പെട്ടെന്ന് പറഞ്ഞ പേരാണ് കേട്ടോ, ഹസ്ബൻഡ് വൈഫോ എങ്ങനെ വെച്ചാവാം നിങ്ങളുടെ പ്രിഫറൻസ്. എന്താ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക അല്ലേ, നിങ്ങളുടെ പാർട്ട്ണർ അവരെ പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം. അപ്പോൾ നിങ്ങൾ പാസ്റ്റിലത്തെ ഒരു എനർജി ആയിട്ടാണ് അവർക്ക് തോന്നുക. ഈ ഒരു സ്പെസിഫിക് കളക്റ്റീവിനെ ഞാൻ അടുത്ത് പറയണേ. അപ്പോൾ അതുകൊണ്ട് ഒരു ഇൻഹിബിഷൻ ഉണ്ടാവും, ഒരു കണക്ഷൻ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട്. അത് രണ്ട് ഭാഗത്തുനിന്നും തുല്യമായിട്ടുണ്ടാവും എന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അതൊരു പേടിയാണ്. അതായത് ഈ ഒരു പാസ്റ്റ് എനർജീനെ ഇനി ലൈഫിലേക്ക് കൊണ്ടുവരണോ, നല്ലതായിരിക്കുമോ, പ്രശ്നങ്ങളുണ്ടാവും, അങ്ങനത്തെ ഒരു പേടി നിങ്ങൾക്കും അവർക്കും ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. പിന്നീട് അത് മാറുന്നതാണ്. ഓക്കെ, ഇനി ആ ഒരു കളക്റ്റീവിലല്ലാത്തവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം പുതിയ എനർജിയിൽ പുതിയ ആളാണ്. അപ്പോൾ ഒരു അകൽച്ച നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ മനഃപൂർവ്വം പരസ്പരം എന്താ പറയുക ഒരു അടുപ്പൊക്കെ തോന്നും. കാരണം ഡെഫിനറ്റ്ലി നമുക്ക് ഒരു അടുപ്പം തോന്നും, കാരണം നമ്മുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണറാണല്ലേ. അപ്പോൾ ഇതെന്താ ഒരാളെ ഒരു പരിചയമില്ലാത്തൊരു വ്യക്തിയാണല്ലോ, ഈ വ്യക്തിനെ എന്തുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഇത്രയും അടുപ്പം തോന്നുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കാൻ തോന്നുന്നത്? അത് ശരിയല്ല, ഞാൻ കുറച്ച് സമയം എടുക്കണം, ഇവരെ സ്ട്രേഞ്ചറാണ്, എന്നെ വേദനിപ്പിച്ചാലോ അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്തിരിക്കുന്ന സമയമാണ്, ഇനി അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ കോൺഷ്യസ്ലി നിങ്ങളൊരു അകൽച്ച പാലിക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു വർഷമാണ്. നിങ്ങൾ പരസ്പരം വളരെ വളരെ റെസ്പെക്ട്ഫുൾ ആയിരിക്കും, വളരെ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നിങ്ങളത് ആദ്യം അത് ഒരു എന്താ പറയുക നിങ്ങളുടെ ആ ഒരു യൂണിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു അട്രാക്ഷൻ, ഓക്കെ, ആ ഒരു സ്പിരിച്വലി നിങ്ങൾക്കൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നതൊക്കെ നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന എന്ന് ഞാൻ കാണുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ. പിന്നീട് വളരെ ഹാർമോണിയസ് ആയിട്ട് വളരെ പീസ്ഫുൾ ആയിട്ട് ഈ ഒരു കണക്ഷൻ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും വളരെ മെച്ചുവറായിട്ട് ആ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങൾ മാത്രമല്ല ആ കഴിഞ്ഞു പോയി പാസ്റ്റിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആയ സമയത്ത് നിങ്ങളുടെ ഇടയിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എന്തായാലും റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഇല്ല. ഓക്കെ, അഥവാ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെയാണ് നിങ്ങളുടെ ഇടയിൽ ഒരു സെപ്പറേഷൻ വന്നത്, നിങ്ങൾ കമ്മ്യൂണിക്കേഷനൊക്കെ ഇല്ലാണ്ടായതെങ്കിൽ അത് സോൾവ് ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യണത്. ഓക്കെ, നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതായത് നിങ്ങൾ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂസ് എന്താണോ അത് നിങ്ങൾ സോൾവ് ചെയ്യുന്ന ഒരു വർഷം. അങ്ങനെ സോൾവ് ചെയ്ത് പോവാണ്. അങ്ങനെ നിങ്ങളൊരു ന്യൂ സ്റ്റാർട്ടിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തോ ഒരു വേദനിപ്പിക്കുന്ന എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരിക്കണം. ഒരു സെപ്പറേഷൻ ഞാൻ നിങ്ങളുടെ ഇടയിൽ കാണുന്നു ഈ ഒരു വർഷം. അതായത് ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് നിങ്ങളുടെ ഇടയിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു രണ്ടുപേരും രണ്ട് സ്ഥലത്തൊക്കെ ആകാൻ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പൊക്കെ ആകാൻ സാധ്യതയുണ്ട്. പക്ഷേ അതേസമയം നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്നത് ഒഴികെ ബാക്കിയെല്ലാം വളരെ എക്സൈറ്റിംഗ് എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അട്രാക്ഷൻ വളരെയധികം തോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു വർഷം. നിങ്ങൾക്കൊരു നിങ്ങൾ രണ്ടുപേരും സിംഗിൾ ആയിരിക്കും ഒബ്വിയസ്ലി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു അട്രാക്ഷൻ ഒക്കെ തോന്നുക, നല്ലൊരു പാർട്ട്ണർ ആകാൻ സാധ്യതയുണ്ടല്ലോ എന്നൊരു തോന്നൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു അട്രാക്ഷൻ ഉണ്ടാവും. നിങ്ങളതൊരു പരിധിവരെ നിങ്ങൾ എക്സ്പ്രസ്സും ചെയ്യുന്നതാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളതിങ്ങനെ മറച്ചു വെക്കുന്നൊന്നുമില്ല. പിന്നെ ലൈഫ് എൻജോയ് ചെയ്യുന്നത് നിങ്ങൾ രണ്ടുപേരും ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്, നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിലാണ്. അപ്പോൾ നിങ്ങളായിരിക്കുക. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ആകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം ഓൾറെഡി അറിയുന്നവരുണ്ടല്ലോ, അവരൊക്കെ നിങ്ങൾ എന്തായാലും വീണ്ടും ഫ്രണ്ട്ഷിപ്പൊക്കെ പുതുക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ലൈഫ് അങ്ങനെ എൻജോയ് ചെയ്ത് ജീവിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു ക്ലിയർ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് രണ്ടുപേരും. ഓക്കെ, അപ്പോൾ മുന്നൊരു മിസ്കമ്മ്യൂണിക്കേഷൻ്റെ ബേസിലൊരു സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളതാണെങ്കിൽ അതിഞ്ഞ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലിയർ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ചെയ്യുന്നു. പിന്നെ നിങ്ങൾ രണ്ടുപേരും ഒരു പരിചയത്തിലായതിന് ശേഷം നിങ്ങൾ ഒരുപാട് ഹീലിംഗ് നടത്തുന്നുണ്ട്.
എന്താ പറയുക, നിങ്ങൾ വളരെ സ്ലോലിയാണ് ഈ ഒരു കണക്ഷൻ പ്രോഗ്രസ് ചെയ്യുന്നത്, പരസ്പരം മനസ്സിലാക്കി അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ ഒരു പ്രൊട്ടക്റ്റീവ്നെസ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരിക്കും. നിങ്ങൾ വളരെ ഒരു പ്രൊട്ടക്റ്റീവ് എനർജിയാണെന്ന് കാണുന്നു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്കൊരു നെഗറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാണ് ആ ഇൻസെക്യൂരിറ്റി നിന്ന് പുറത്തു വരാൻ. തിരിച്ചും നിങ്ങളും ഓക്കെ, അവർക്കൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങളും അവരെ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും പരസ്പരം സമയമെടുത്ത് ഡെഡിക്കേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കണക്ഷനാണ് ഇത്. ഓക്കെ, നിങ്ങൾ എനിക്കൊരു കിട്ടുന്നൊരു മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു വർഷം അവസാനിക്കുമ്പോൾ നിങ്ങളിൽ ഒരാളെങ്കിലും അങ്ങോട്ട് നിങ്ങൾ ആരാണോ ഓക്കെ, ഒരു വ്യക്തി നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഗ്രൂപ്പ് 3 കളക്റ്റീവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് പ്രപ്പോസ് ചെയ്യുന്നുണ്ട് ഡെഫിനറ്റ്ലി. ഓക്കെ, ആ ഒരു പ്രപ്പോസ് ചെയ്ത് ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതൊരു പ്രോപ്പർ റിലേഷൻഷിപ്പായിട്ട് ഫോം ചെയ്യുന്നില്ല, ഒരു വിവാഹത്തൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ആ ഒരു പരിചയം പുതുക്കി ഓൾറെഡി അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ വീണ്ടും ആ ഒരു കണക്ഷൻ റീസ്റ്റോർ ചെയ്ത് ഒരു അക്വൈൻറ്റൻസ് പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് അതിൽ പോയി ഈ ഒരു വർഷം അവസാനിക്കുന്ന ആ ഒരു സമയത്താണ് പ്രപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഫീലിങ്സ് കൺഫ്യൂസ് ചെയ്യുന്നത് അതൊരു ലീപ്പ് ഓഫ് ഫേസ് ആണ്. രണ്ടും കൽപ്പിച്ച് പറയുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളാണെങ്കിലും ആ കേൾക്കുന്ന വ്യക്തിയാണെങ്കിലും രണ്ടും കൽപ്പിച്ച് അതിന് യെസ് പറയുന്നു. കാരണം അവർക്ക് ആ ഒരു ടെംപ്റ്റേഷൻ, ഒരു സ്ട്രോങ് ടെംപ്റ്റേഷൻ ഉണ്ട് ആ യെസ് പറയാനായിട്ട്. അവർക്ക് ഇതെന്തായാലും ഇതൊരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയണം. ആ ഒരു ക്യൂരിയോസിറ്റിയോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ട്. ആ അട്രാക്ഷൻ്റെ പുറത്ത് നിങ്ങൾ യെസ് പറയുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ അവസാനിക്കുന്നത് ഈ ഒരു വർഷം കേട്ടോ. അങ്ങനെ നിങ്ങളുടെ ഇടയിലൊരു ഫ്രഷ് സ്റ്റാർട്ടാണ് ഈ ഒരു വർഷം അവസാനിക്കുന്നതോടുകൂടെ സംഭവിക്കുന്നത്. ഇനി ഗ്രൂപ്പ് 3യുടെ ഫ്യൂച്ചർ സ്പൗസ്, അവരുമായിട്ട് ബന്ധപ്പെട്ട ക്ലൂസ്, അതുപോലെ ഗ്രൂപ്പ് 3യും ഫ്യൂച്ചർ സ്പൗസും തമ്മിലുള്ള റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൂസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ആദ്യത്തെ ക്ലൂ ഫ്രൈഡേ എന്നാണ്. ഓക്കെ, പിന്നെ നമുക്കൊരു ക്യാൻസർ സോഡിയാക് എക്സാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് ക്യാൻസർ സൺ മൂൺ റൈസിംഗ് പ്ലേസ്മെൻറ്റ് ഉണ്ടായിരിക്കാം. നിങ്ങളുടെ കാര്യം അല്ലാട്ടോ പറയണേ, ഫ്യൂച്ചർ സ്പൗസിൻ്റെയാണ്. സ്പ്രിംഗ് സീസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വസന്തകാലം, ഓക്കെ, വസന്തകാലം എപ്പോഴാണെന്ന് നോട്ട് ചെയ്ത് വയ്ക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ജൂലൈ, ഡിസംബർ, ഇതിലേതെങ്കിലും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ക്യാൻസറും കൂടെ വരുന്ന കാരണം ജൂലൈ അവരുടെ ജന്മമാസമാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. പിന്നെ XJIE, ഇതിൽ ഏതെങ്കിലും അവർ ഇനീഷ്യൽ ഉണ്ടാകാം. ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ, അല്ലെങ്കിൽ അവർ ഫസ്റ്റ് നെയിമിൽ വരുന്ന ലെറ്റേഴ്സ്. ഓക്കെ, അത് ഇതിലുണ്ടെന്നാണ് കാണുന്നത്. ഇനി നമുക്ക് കുറച്ച് ഡേറ്റുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 1-ാം തീയതി കിട്ടിയിട്ടുണ്ട്. 1-ാം തീയതികൾ ഇമ്പോർട്ടൻ്റ് ആണ്. 4, 8, പിന്നെ 26, 11. ഓക്കെ, ഇത്രയും തീയതികൾ ഇപ്പോൾ ഇതിൽ അവരുടെ ജനന തീയതി ഉണ്ടായിരിക്കാം. പിന്നെ ഈ തീയതികൾ പ്രത്യേകിച്ച് ജൂലൈ ഡിസംബർ മാസത്തിലെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ഒരു തീയതികൾ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ മാസം ഈ ഒരു സീസൺ ഒക്കെ, പിന്നെ വെള്ളിയാഴ്ച ദിവസങ്ങൾ ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇത്രയുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 3. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ഈ റീഡിംഗ് എൻജോയ് ചെയ്തു, നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ റീഡിംഗ് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇമെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് സെക്ഷനിൽ ആദ്യത്തെ കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കോൺടാക്ട് ഡീറ്റെയിൽസ് എടുത്തിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ കോളുകൾ നമ്മൾ സ്വീകരിക്കില്ല എന്നും കൂടെ അറിയിക്കുകയാണ് കേട്ടോ. ഈ ഒരു റീഡിംഗ് നിങ്ങൾ കേട്ടിരുന്നതിനും നിങ്ങളുടെ സാന്നിധ്യം ഈ റീഡിങ്ങിൽ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നതിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. താങ്ക്